സെക്ഷൻസ് അടങ്ങുന്ന ഒരു ആക്ടാണ്. അപ്പൊ 42 സെക്ഷൻസും ഈ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. നമ്മൾ ദൈനംദിന യൂസിലിരിക്കുന്ന പ്രധാനപ്പെട്ട സെക്ഷൻസ് ആണ് ഞാൻ ഹൈലൈറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുക. ആമുഖമായി പറയട്ടെ, സ്പെസിഫിക് റിലീഫ് ആക്ട് 1963 1963 പാസ്സാക്കുകയും 13/1/1964 നിലവിൽ വരികയും ചെയ്ത നിയമമാണ് സ്പെസിഫിക് റിലീഫ് ആക്ട് 1963 സ്റ്റിൽ ഇൻ ഫോഴ്സ്. അപ്പൊ അതിനെ മലയാളീകരിക്കുമ്പോൾ നമുക്ക് പറയാം പ്രത്യേക നിവർത്തി നിയമം അഥവാ പ്രത്യേക പരിഹാര നിയമം. നമ്മുടെ പല നിയമങ്ങളിലും ഇപ്പോ ഫോർ എക്സാമ്പിൾ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് ഓർ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി എക്സെട്രാ ഇതിലൊക്കെ നിയമങ്ങൾ പറയുന്നുവെങ്കിലും ആ നിയമം എങ്ങനെയാണ് നിവർത്തിയെടുക്കുക, പരിഹരിച്ചെടുക്കുക എന്ന് ആ നിയമങ്ങളിൽ പറയുന്നില്ല. അപ്പൊ ആ നിയമങ്ങളിൽ പറയുന്ന കാര്യങ്ങൾ നമ്മൾ പരിഹരിച്ചെടുക്കുന്ന, നിവർത്തിച്ചെടുക്കുന്ന നിയമമാണ് സ്പെസിഫിക് റിലീഫ് ആക്ട് 1963 അഥവാ പ്രത്യേക നിവർത്തി അഥവാ പ്രത്യേക പരിഹാര നിയമം. This act came into force on 1964. ഈ ആക്ട് പല തവണകളിൽ അമെൻമെന്റുകൾ നടന്നിട്ടുണ്ടെങ്കിലും 1964 ഇതിൽ അമെൻമെന്റ് വന്നു. എന്നാൽ there is some drastic amendment made in the year 2018 that is called Specific Relief Act Amendment Act 18 of 2018. അപ്പൊ 1963 പാസ്സാക്കിയ നിയമത്തില് ചെറിയ ചെറിയ ഭേദഗതികൾ കാലാനുസൃതമായി വരുത്തിയെങ്കിൽ പോലും ഈ 2018 അതിൽ സമൂലമായ ചില ഭേദഗതികൾ കൊണ്ടുവന്നു. That amendment came into force on 1/10/2018. 1/10/2018. The new Amendment Act came into force, passed in the year 2018. അപ്പോൾ ആ അമെൻമെന്റില് വളരെ സമൂലമായിട്ടുള്ള ഭേദഗതികളാണ് കൊണ്ടുവന്നത്. അതിൽ സെക്ഷൻസ് 6, 11, 15, 16, 19, 21, 41 ഇവകളിൽ ചില ഭേദഗതികൾ കൊണ്ടുവരികയും നിലവിലുണ്ടായിരുന്ന ആക്ടിലെ സെക്ഷൻസ് 10, 14, 20 ഇവകൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയും ചെയ്തു. നിലവിലുള്ള സെക്ഷൻസിനെ പൂർണ്ണമായും ഒഴിവാക്കിയും ഭാഗികമായി ഒഴിവാക്കിയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. കൂടാതെ സെക്ഷൻസ് 14A, 20B, 20C എന്നീ വകുപ്പുകൾ പുതുതായി ഇൻട്രൊഡ്യൂസ് ചെയ്തു. But now some new sections introduced in the present Act 2000, Amended Act 2018, those are 14A, 20B and 20C, and also introduce a table, schedule. So these are the amendments made in the year 2018. അപ്പോൾ ഇപ്പോ കഴിഞ്ഞ ദിവസം സുധീർ ജഗ്പു വക്കീൽ പറഞ്ഞതുപോലെ കൺസ്യൂമർ ലോയില് പ്രൊട്ടക്ഷൻ ആക്ടില് ഇപ്പോ അമെൻഡഡ് ആക്ട് ആണ് നിലനിൽക്കുന്നതെന്ന് പറഞ്ഞതുപോലെ ഇപ്പോ നമ്മുടെ രാജ്യത്ത് 1/10/2018 മുതൽ ഈ 2018 നടത്തിയ അമെൻഡഡ് ആക്ട് ഈസ് ഇൻ ഫോഴ്സ്. ഇനി നമുക്ക് അതിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലേക്ക് കടക്കാം. അപ്പൊ ഞാൻ തുടക്കത്തിലേ പറഞ്ഞുവല്ലോ, ഇത് നമ്മുടെ പല നിയമങ്ങളിൽ പറഞ്ഞിരിക്കുന്ന പ്രവൃത്തികൾ ആരെങ്കിലും
ആ പ്രവൃത്തികൾ നിർവഹിക്കുന്നതിൽ വീഴ്ച വരുത്തിയാൽ അത് നിവർത്തിയെടുക്കുന്ന പരിഹരിച്ചെടുക്കുന്ന സംഹിതകൾ പറയുന്നതാണ് സ്പെസിഫിക് റിലീഫ് ആക്ട്. അതിലെ സെക്ഷൻ 2 ആണ് ചില ഡെഫിനിഷൻസ്. പ്രധാനമായിട്ട് 4 കാര്യങ്ങളാണ് ഡെഫിനിഷൻ ക്ലോസിൽ പറഞ്ഞിരിക്കുന്നത്. അതിലെ ഒരെണ്ണം മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. ബാക്കി ഇതെല്ലാം നിങ്ങൾക്ക് യു ആർ വെരി ഫെമിലിയർ ഈവൻ ദെൻ ഫോർ അക്കാഡമിക് ഇൻട്രസ്റ്റ്. ഇതിൽ 4 ഡെഫിനിഷൻസ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ്, ഒബ്ലിഗേഷൻ, സെറ്റിൽമെന്റ്, ട്രസ്റ്റ്, ട്രസ്റ്റി. ഇതിലെ ഒന്നാമത്തത് മാത്രമേ ഞാൻ ഇവിടെ ഫോർ ദ പർപ്പസ് ഓഫ് അവർ ഡിസ്കഷൻ ഞാൻ എടുക്കുന്നുള്ളൂ. obligation. What is obligation? Obligation defined in specific relief act includes every duty enforceable by law. Includes every duty enforceable by law. What is obligation? In a contract, for example, A agreed to sell 1 acre of property for a consideration of rupees 1 lakh on a particular date to B. This is a contract. In this contract, parties or what are the obligation on the part of A it to execute the sale deed by receiving the agreed consideration as per the contract on that particular date. That is the obligation casted upon A in that contract. And what is the obligation upon B? To got executed the sale deed in respect of the property by paying the consideration of rupees 1 lakh on that particular day. ബിയിൽ നിക്ഷിപ്തമായിരിക്കുന്ന ചുമതല, ബാധ്യത ആ പർട്ടിക്കുലർ ഡേയിൽ ആ 1 ലക്ഷം രൂപ കൊടുത്ത് ആ പ്രോപ്പർട്ടി എഴുതി വാങ്ങുക. These are the obligations casted upon A and B, the parties to the contract. അപ്പോൾ ഇവിടെ സ്പെസിഫിക് റിലീഫ് ആക്ടിന്റെ ആവശ്യകത എപ്പോൾ വരുന്നു അത് പറയുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ ഓബ്ലിഗേഷൻ എന്ന് പറയുന്ന ഭാഗം എടുത്തത്. When A executed the sale deed on that particular day by receiving that consideration and B got executed the sale deed by paying rupees 1 lakh on that particular day, there is no question of invoking the remedy under the specific rights. എയും ബിയും അവരിൽ നിക്ഷിപ്തമായിട്ടുള്ള ചുമതലകൾ അതേ പറഞ്ഞിരിക്കുന്ന സമയത്ത് പറഞ്ഞിരിക്കുന്ന പ്രകാരം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ സ്പെസിഫിക് റിലീഫ് ആക്ടിന്റെ ആവശ്യമില്ല. സ്പെസിഫിക് റിലീഫ് ആക്ടിന്റെ ആവശ്യം ഇപ്പോൾ വരുന്നു. When either of the parties committed breach. ഈ പറയുന്ന കോൺട്രാക്റ്റിൽ എയോ ബിയോ ബ്രീച്ച് കമ്മിറ്റ് ചെയ്താൽ അതിൽ ചെയ്യാൻ ആഗ്രഹിച്ചിരിക്കുന്ന വ്യക്തിയുണ്ട്, ബ്രീച്ച് വരുത്തിയ വ്യക്തിയുമുണ്ട്. ചെയ്യാൻ വില്ലിംഗ് ആയിരുന്ന വ്യക്തിയെ വിളിക്കും ദി അഗ്രീവ്ഡ് പേഴ്സൺ. ഇപ്പൊ എ ആൽവേസ് റെഡി ആൻഡ് വില്ലിംഗ് ടു എക്സിക്യൂട്ട് ദ സെയിൽ ഡീഡ്, but B committed the breach. Who is the aggrieved party? A is the aggrieved party. So A can invoke the provisions in the specific relief act. അവിടെയാണ് സ്പെസിഫിക് റിലീഫ് ആക്ടിന്റെ പ്രസക്തി. ഒരു കരാറില് ഏതെങ്കിലും പാർട്ടികൾ അവര് ചെയ്യേണ്ട ഓബ്ലിഗേഷൻ ചെയ്യാൻ വിസമ്മതിച്ചാൽ, പരാജയപ്പെട്ടാൽ അഗ്രീവ്ഡ് പാർട്ടിക്ക് സ്പെസിഫിക് റിലീഫ് ആക്ട് ഇൻവോക്ക് ചെയ്തുകൊണ്ട് പരിഹാരം തേടാം. അങ്ങനെ പരിഹാരം തേടാൻ പറഞ്ഞിരിക്കുന്ന വകുപ്പാണ് സ്പെസിഫിക് റിലീഫ് ആക്ട്. അപ്പൊ ഓബ്ലിഗേഷൻ ഈസ് വെരി വെരി ഇമ്പോർട്ടന്റ് ആസ് ഫാർ ആസ് എ കോൺട്രാക്ട് ഈസ് കൺസേൺ.
Likewise, in the Transfer of Property Act also. അപ്പൊ ആ ഒബ്ലിഗേഷൻ മാത്രമേ ഞാൻ ഡെഫിനിഷനിൽ നിന്ന് ഹൈലൈറ്റ് ചെയ്യുന്നുള്ളൂ. ബാക്കിയൊക്കെ സെറ്റിൽമെന്റ് യുനോ, ട്രസ്റ്റ് യുനോ, ട്രസ്റ്റീസ് വിനോ, എവരിത്തിങ്. ഇനി സെക്ഷൻ 4, വെരി ഇമ്പോർട്ടന്റ്. We know 2 laws, civil law and penal law. Penal law means it is punitive in nature. Civil law, it is not punitive in nature. The specific relief act is applicable only in the case of enforcing individual civil rights of a person. There is no room to penal law in the specific relief. ഒരു പൗരന്റെ സിവിൽ റൈറ്റ് എൻഫോഴ്സ് ചെയ്യാൻ മാത്രമേ സ്പെസിഫിക് റിലീഫ് ആക്ട് ഉപയോഗിക്കാൻ പാടുള്ളൂ. പീനൽ ലോ എൻഫോഴ്സ് ചെയ്യുന്നതിന് സ്പെസിഫിക് റിലീഫ് ആക്ട് ലഭ്യമല്ല. So that section 4 is very important to enforce the individual civil right of a person. അതിന് മാത്രമേ സ്പെസിഫിക് റിലീഫ് ആക്ടിൽ ടച്ച് ചെയ്യാവൂ. Then chapter 1 ആണ്. ആ ചാപ്റ്റർ 1-ലെ 3 സെക്ഷൻസിനെ ഞാൻ ഒരുമിച്ച്, അത് ഒരു ബോറോർലെസ് ഇന്റർ റിലേറ്റഡ്, അതുകൊണ്ടാണ് സെക്ഷൻ 5, 6 and 7, 5, 6, 7. ഈ 5, 6, 7 പറയുന്നത് റിക്കവറിംഗ് പൊസഷൻ ഓഫ് പ്രോപ്പർട്ടി. ആ ചാപ്റ്ററിന്റെ ഹെഡിങ് തന്നെ അതാണ്, റിക്കവറിംഗ് പൊസഷൻ ഓഫ് പ്രോപ്പർട്ടി. 5-ലും പറയുന്നു റിക്കവറിംഗ് പൊസഷൻ, 6-ലും റിക്കവറി ഓഫ് പൊസഷൻ, 7-ലും റിക്കവറി ഓഫ് പൊസഷൻ, പിന്നെ 8-ലും ഉണ്ട് റിക്കവറി ഓഫ് പൊസഷൻ. ആ 8-ലേക്ക് വരുന്നതിനും 5, 6, 7 മാത്രം ഒന്ന് മനസ്സിൽ കാണും. ഈ 5, 6, 7 തമ്മിലുള്ള വ്യത്യാസം എന്താണ്? 3 നമ്മൾ മനസ്സിലായി കഴിഞ്ഞു. റിക്കവറി ഓഫ് പൊസഷൻ 5-ൽ പറഞ്ഞിരിക്കുന്നു, എ പേഴ്സൺ എൻറ്റൈറ്റിൽഡ് ടു ദി പൊസഷൻ ഓഫ് സ്പെസിഫിക് മൂവബിൾ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി മേ റിക്കവർ ഇൻ ദ മാനർ പ്രൊവൈഡഡ് ബൈ ദി കോഡ് ഓഫ് സിവിൽ പ്രൊസീജിയർ 19. ഒരാള് ഒരു വസ്തു കൈവശം വയ്ക്കാൻ അവകാശപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അതവൻ കൈവശമില്ലെങ്കിൽ അത് ആരുടെ കയ്യിലിരിക്കുന്നോ അവനിൽ നിന്ന് സിവിൽ പ്രൊസീജിയർ കോഡ് 1908 പറയുന്ന പ്രകാരം റിക്കവർ ചെയ്യാം. അപ്പൊ ഇവിടെ 3-ലും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ വി ആർ ഡിസ്കസിങ് only the case of immovable property, not movable, only immovable property, recovery of immovable property. അത് മാത്രമേ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. അപ്പോൾ ഒന്നാമതിൽ 5-ൽ പറഞ്ഞത്, ഒരാള് കൈവശം വയ്ക്കാൻ അവകാശപ്പെട്ട മീൻസ് he is the owner, but he is not in possession of that property. That he can recovered from the person who is in possession, either lawful or unlawful. Lawful cannot be recovered, but unlawful. About section 5 invoke ചെയ്യണമെങ്കിൽ they requires title over the property by the person who is seeking a recovery. അപ്പോൾ 5-ല് ഒരു വസ്തുവിന്റെ ഉടമസ്ഥൻ, അയാൾ അത് കൈവശം വയ്ക്കാൻ അവകാശമുള്ളവനാണ്, എന്നാൽ അത് അയാളുടെ കൈവശമില്ല, മറ്റാരുടെ കൈവശമാണ്. That he can recover by invoking section 5 of the specific. മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സെക്ഷൻ 5 requires title. Then come to section 6. അതൊരു സ്പീഡി പ്രോസസ് ആണ്. അത് പറയുന്നത്,
if any person is dispossessed with his consent of immovable property otherwise than in due course of law. ആ വാക്ക് ശ്രദ്ധിച്ചുകൊള്ളുക. Otherwise than in due course of law. ഒരാളിനെ അയാൾ കൈവശം വച്ചിരിക്കുന്ന വസ്തുവിൽ നിന്ന് നിയമപ്രകാരം അല്ലാതെ പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ, ഡിസ്പൊസസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, he can invoke section 6 for the recovery. അപ്പൊ ആ വാക്ക് വളരെ സ്ട്രെസ് ചെയ്തോണം. Otherwise than in due course of law. Can I explain ചെയ്യാം? For example, in the case of section 5, a person filed a suit based on title for recovery of possession and the court decreed the suit. The plaintiff filed an execution petition and recovered through the process of court. It is due course of law. അപ്പോ അതിലെ പ്രതിയെ അവിടെ നിന്ന് ഡിസ്പോസസ് ചെയ്തു എന്ന് പറയുന്നത് ബലം പ്രയോഗിച്ചതല്ല, ഡ്യൂ പ്രോസസ് ഓഫ് ലോ. അങ്ങനെ ഡ്യൂ പ്രോസസ് ഓഫ് ലോ വഴിയാണ് ഡിസ്പോസസ് ചെയ്തതെങ്കിൽ ഈ സെക്ഷൻ 6 ലഭ്യമല്ല. ഫോർ എക്സാമ്പിൾ, അനദർ സെക്ഷൻ 6നെ സംബന്ധിച്ചൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എ റെന്റൽ അറേഞ്ച്മെന്റ് in between A and B. A leased out his building to B for 1 year. ഒരു കൊല്ലത്തേക്ക് എയുടെ ബിൽഡിംഗ് ബിക്ക് വാടകയ്ക്ക് കൊടുത്തു. എന്നാൽ 8 മാസം കഴിഞ്ഞപ്പോ എ അങ്ങോട്ട് എന്ന് ബി എവിടുന്ന് തൂക്കിയെടുത്തെന്ന് പുറത്താണ്. ഇറ്റ് ഈസ് നോട്ട് ത്രൂ ഡ്യൂ പ്രോസസ് ഓഫ് ലോ. ബലമായി പുറത്താക്കിയിരിക്കുകയാണ്. അങ്ങനെയുള്ള കേസിൽ he may by suit recover possession thereof, notwithstanding any other title that may be set up in such a suit. ശ്രദ്ധിച്ചോളണം. ആ പുറത്തായ വ്യക്തിക്ക് can file a suit for recovery. എന്താണ്? irrespective of title. അവിടെ എന്ത് വേണ്ട? ഓണർഷിപ്പ് വേണ്ട. സെക്ഷൻ 5 ടൈറ്റിൽ വേണം. In section 6, title is not required. Only lawful possession. We was in lawful possession based on a rental deed. He is forcibly evicted. He can file a suit for recovery of possession, irrespective of the fact that he is not the title holder or owner of the property. അപ്പൊ അതാണ് 5 വാരത്തങ്ങളുടെ വ്യത്യാസം. 5-ൽ ടൈറ്റിലൂടെ വേണം, 6-ൽ ടൈറ്റിൽ വേണം, ഉള്ളി പൊസഷൻ. അപ്പൊ അതിന് ചില കണ്ടീഷൻസ് ഉണ്ട്. അപ്പൊ ഈ പറഞ്ഞ ഞാൻ 2018-ൽ അമെൻമെന്റ് വന്നു എന്ന് പറയുന്നത്, ഒരു അമെൻമെന്റ് ഈ സെക്ഷൻ 6-ലാണ് വന്നിട്ടുള്ളത്. അതില് ഹി ഓർ എനി പേഴ്സണിന് ശേഷം ഇതും കൂടി ആഡ് ചെയ്തു. ത്രൂ ഹും ഹി ഹാസ് ബീൻ ഇൻ പൊസഷൻ ഓർ എനി പേഴ്സൺ അതുകൂടെ ചേർത്തു. ഇപ്പോ ബിക്ക് റെന്റൽ അറേഞ്ച്മെന്റ് കൊടുത്തു. ബി അവിടുത്തെ കാര്യങ്ങൾ നോക്കാൻ അയാളുടെ ഏജന്റായ CA അപ്പോയിന്റ് ചെയ്തു ടു ലുക്ക് ആഫ്റ്റർ ദ ബിസിനസ് വിച്ച് ഈസ് റണ്ണിങ് in the said building. അപ്പോൾ ഈ അമെൻമെന്റ് വരുന്നതിന് മുമ്പാണെങ്കിൽ ബിക്ക് മാത്രമേ സൂട്ട് ഫയൽ ചെയ്യാൻ പറ്റൂ. അമെൻമെന്റിന് ശേഷം after the C can also file a suit for recovery of possession based on earlier possession, not based on title. That is section 6. അവിടെ the conditions. No suit under this section shall be brought after the expiry of 6 months from the date of disbursement. The limitation is there.
നമ്മൾ സെക്ഷൻ 6 ഇൻവോക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മളെ പുറത്താക്കി 6 മാസത്തിനുള്ളിൽ that person to file a suit. 6 മാസം കഴിഞ്ഞാൽ ഈ റെമഡി എക്സാം. സാറേ ഒന്ന് ഇന്റർഫിയർ ചെയ്യാണ്. 1 മിനിറ്റിനുള്ളിൽ നമ്മളെ സെഷൻ തീരും. അന്നേരം എല്ലാവരും ഒന്ന് റീജോയിൻ ചെയ്യണം കേട്ടോ. ഓക്കെ സാർ കണ്ടിന്യൂ ചെയ്തോ. സാറേ അതുവരെ കണ്ടിന്യൂ ചെയ്യാം. 6 months. അപ്പോ ഈ 6 മാസത്തിനുള്ളിൽ നമ്മളെ ഡിസ്പോസസ് ചെയ്ത് 6 മാസത്തിനുള്ളിൽ സൂട്ട് ഫയൽ ചെയ്തില്ല എങ്കിൽ ആ റെമഡി എക്സാസ്റ്റ്. Then not against government. ഗവൺമെന്റ് ആണ് വന്ന് ഈ പുറത്താക്കിയതെങ്കിൽ ഈ സെക്ഷൻ 6 കിട്ടില്ല. Then no appeal. ഒരു സംശയം ഉണ്ടാവാം. ഇപ്പോ നമ്മളൊരു സെയിൽ എഗ്രിമെന്റ് 50 ലക്ഷത്തിന് എഴുതി അന്ന് 1 ലക്ഷം കൊടുത്തു, 49 ലക്ഷം ഇനി കൊടുക്കാറുണ്ട്. അപ്പൊ ഈ സൂട്ട് കൊടുക്കുമ്പോ ഈ 49 ലക്ഷവുമായിട്ട് ചെന്ന് വേണോ നമ്മളിത് പ്ലീഡ് ചെയ്യുകയും പ്രൂവ് ചെയ്യുകയും ചെയ്യാൻ എന്നൊരു സംശയം ഉണ്ടാവും. അതുകൊണ്ട് അത് ആക്ടിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. That is, where a contract involves the payment of money, it is not essential for the plaintiff to actually tender to the defendant or to deposit in court any money except when so directed by the court. അപ്പോൾ ഈ 50 ലക്ഷത്തിന്റെ കരാർ എഴുതി 49 കൊടുക്കാറ് നമ്മൾ സ്പെസിഫിക് പെർഫോമൻസ് സൂട്ടുമായിട്ട് ചെല്ലുമ്പോൾ ഈ 49 ലക്ഷം പ്രതിക്ക് കൊടുക്കുകയോ അല്ലെങ്കിൽ 49 ലക്ഷം കോടതിയിൽ കെട്ടിവെക്കുകയോ വേണ്ട. അത് കോടതി പറയുമ്പം കൊടുത്താൽ മതി. അപ്പൊ നമ്മൾ റെഡിനെസ് ആൻഡ് വില്ലിങ്നെസ് പ്ലീഡ് ചെയ്ത് പ്രൂവ് ചെയ്താൽ നമുക്ക് സ്പെസിഫിക് പെർഫോമൻസ് ഡിഗ്രി കിട്ടും. അത് പ്രൂവ് ചെയ്തില്ലെങ്കിൽ അതാണ് ഈ അമെന്റ്മെന്റിൽ വളരെ പർട്ടിക്കുലർ ആയിട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. ഹൂ ഫെയിൽസ് ടു പ്രൂവ്. നേരത്തെ പ്ലീഡിങ് മതിയായിരുന്നു, ഇപ്പൊ കൊണ്ടുവന്ന് ഇൻകോർപ്പറേറ്റ് ചെയ്തു ഹൂ ഫെയിൽസ് ടു പ്രൂവ് ഇൻ അഡീഷൻ ടു ദ പ്ലീഡിങ്. അപ്പോ നമുക്ക് ആ സെക്ഷൻ 10 അവിടെ അവസാനിപ്പിക്കാം. സെക്ഷൻ 10 പ്രകാരം സ്പെസിഫിക് പെർഫോമൻസ് 11 സബ്സെക്ഷൻ 2 പറഞ്ഞിരിക്കുന്നതിനും സെക്ഷൻ 14 പറഞ്ഞിരിക്കുന്നതിനും സെക്ഷൻ 16 പറഞ്ഞിരിക്കുന്നതിനും അനുവദിക്കാൻ പാടില്ല. അല്ലാതെയുള്ള കാര്യങ്ങൾ മാത്രമേ ഒരു കോടതി സ്പെസിഫിക് പെർഫോമൻസിന് ഡിഗ്രി പാസ്സാക്കാൻ പാടുള്ളൂ. So that is the case of specific performance. അപ്പോ ഞാൻ ഇതിനെ സർപ്പാസ് ചെയ്തുകൊണ്ട് നിങ്ങൾ മനസ്സിൽ വെച്ചിരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ 10 കഴിഞ്ഞു, ബാക്കി ചില സെക്ഷനെ ഓവർടേക്ക് ചെയ്തുകൊണ്ടാണ് നമ്മൾ 11, 2-ലും 14-ലും 16-ലും പോയിട്ടുള്ളത്. ഇനി ഒരു പ്രധാനപ്പെട്ട സെക്ഷൻ അതിൻ്റെ ഇടയിലുള്ളത് 13 13 എന്ന് പറഞ്ഞാൽ അതും നമ്മുടെ ഈ സൂട്ട് കൊടുക്കുന്നതിനൊക്കെ നമ്മുടെ ഇപ്പോഴത്തെ കാര്യത്തിൽ ആവശ്യമുള്ളതാണ്. അത് പറഞ്ഞിരിക്കുന്നത് റൈറ്റ് ടു പർച്ചേസ് ഓർ ലെസി അഗൻസ്റ്റ് പേഴ്സൺ വിത്ത് നോ ടൈറ്റിൽ ആർ ഇംപെർഫെക്റ്റ് ടൈറ്റിൽ. അങ്ങനെ സംഭവിക്കാം. ഇപ്പോ ഒരാളൊരു വിലയാധാര കരാർ എഴുതി, പക്ഷെ വിലയാധാര കരാർ എഴുതുന്ന സമയത്ത് അയാൾക്ക് ആ പ്രോപ്പർട്ടിയിൽ ഉടമസ്ഥാവകാശമില്ല, നോ ടൈറ്റിൽ. He misled the proposed vendee and executed an agreement for sale, alleging that he is the owner of that property and he acquired the title over the property by virtue of so and so sale. By believing that word, the unfortunate proposed vendee agreed to purchase. അപ്പോൾ അതാണ് സെക്ഷൻ 13 പറഞ്ഞിരിക്കുന്നത്. റൈറ്റ് ഓഫ് പർച്ചേസ് ഓർ ലെസി അഗൻസ്റ്റ് പേഴ്സൺ വിത്ത് നോ ടൈറ്റിൽ ആർ ഇംപെർഫെക്റ്റ് ടൈറ്റിൽ. പൂർണ്ണമായും ടൈറ്റിൽ ഇല്ല, ഇല്ലെങ്കിൽ ഭാഗികമായി ഇംപെർഫെക്റ്റ് ടൈറ്റിൽ. അതിൽ പറയുന്നത് കരാർ എഴുതിയതിന് ശേഷം അയാൾക്ക് ടൈറ്റിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ the other person can enforce.
മനസ്സിലാക്കണം, കരാർ എഴുതുന്ന സമയത്ത് no title. Subsequent to that, he acquired title. Then the proposed vendee, in the case of a breach, can enforce. Please hear. If the vendor or lessor has subsequently to the contract acquired any interest in the property, the purchaser or lessee may compel him to make good the contract out of such interest. Subsequent ആയിട്ട് കിട്ടിയാലും കമ്പൽ ചെയ്യാം. Then B. Where the concurrence of other person is necessary for validating the title and they are bound to concur at the request of the vendor or lessor, the purchaser or lessee may compel him to procure such a concurrence. ഇപ്പൊ ഒരു എഗ്രിമെന്റ് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ മൂന്നാമതൊരാളിന്റെ കൺകറൻസ് കൂടി ആവശ്യമാണെന്ന് വന്നാൽ പർച്ചേസർക്ക് അല്ലെങ്കിൽ ലെസ്സിക്ക് സെല്ലറോട് ആവശ്യപ്പെടാം ആ കൺകറൻസ് വാങ്ങി ഇത് എൻഫോഴ്സ് ചെയ്യുക, പ്രൊവൈഡഡ് ദാറ്റ് അതർ പാർട്ടി ഈസ് വില്ലിംഗ് ടു ഡു ദാറ്റ്. മൂന്നാമതൊരാള് ആവശ്യം വരികയും അയാൾ അതിന് തയ്യാറാണെങ്കിൽ പർച്ചേസർക്ക് സെല്ലറോട് ഇൻസിസ്റ്റ് ചെയ്യാം അപ്രകാരം ചെയ്യാൻ. Then the court can. Then encumbered property. എഗ്രിമെന്റില് ബാധ്യതപ്പെടുത്തിയ വസ്തുവാണ്. ആ ബാധ്യത എഗ്രിമെന്റിലെ ടോട്ടൽ കൺസിഡറേഷൻ ഉള്ളിൽ നിൽക്കുമെങ്കിൽ സെല്ലറോട് ഇൻസിസ്റ്റ് ചെയ്യാം ടു റെഡീം. ഫോർ എക്സാമ്പിൾ, the property's agreement is 4 rupees 1 lakh, but it is encumbered to the bank 4 rupees 50,000. Upon within the sale consideration, the liability is within the sale consideration. Then the purchaser can insist the seller to redeem the mortgage and execute the sale. That is a right of the purchaser. Then the last one, where the vendor or lessor sue for specific performance of the contract and suit is dismissed on the ground of his want of title or imperfect title, the defendant has a right to return of his deposit, if any, with interest there. അതാണ് ഞാൻ മുമ്പ് ഈ അൺരജിസ്റ്റേർഡ് ഡോക്യുമെന്റിൽ നമ്മുടെ ജസ്റ്റിസ് PB സുരേഷ് കുമാർ നടത്തിയ ഒരു ഡിസിഷനെ കുറിച്ച് പറഞ്ഞു. അത് അൺരജിസ്റ്റേർഡ് ആണെങ്കിൽ വാങ്ങി അഡ്വാൻസ് മണി ഞാൻ കൊടുത്തേരെ അലോങ് വിത്ത് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞതുപോലെയാണ് ഇതിൽ പറയുന്ന ഡി. ഒരു ഇംപെർഫെക്റ്റ് ടൈറ്റിൽ ഉള്ള അല്ലെങ്കിൽ ടൈറ്റിൽ ഇല്ലാത്ത ഒരു എഗ്രിമെന്റ് വരികയും അതിനെതിരെ അഗ്രീവ്ഡ് പേഴ്സൺ എ സൂട്ട് ഫോർ സ്പെസിഫിക് പെർഫോമൻസ് ഫയൽ ചെയ്യുകയും ചെയ്തു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ദാറ്റ് സൂട്ട് വാസ് ഡിസ്മിസ്ഡ്. അങ്ങനെ ഡിസ്മിസ് ചെയ്യുമ്പോൾ ആൾട്ടർനേറ്റീവായിട്ട് അഡ്വാൻസ് മണി വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ഇൻട്രസ്റ്റ് സഹിതം തിരിച്ചു വാങ്ങുന്നതിന് പർച്ചേസർക്ക് റൈറ്റ് ഉണ്ടാവും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ നോബഡി ടു എൻറിച്ചൻ അറ്റ് ദ കോസ്റ്റ് ഓഫ് അതേഴ്സ് എന്ന പ്രിൻസിപ്പിളാണ് അവിടെ സെയിലും ചെയ്തിട്ടുള്ളത്. അപ്പൊ അത് ഇനി അങ്ങോട്ട് വരുമ്പോ ഉണ്ട്. ഞാൻ ഇപ്പൊ ഇവിടെ തന്നെ പറഞ്ഞു പോകാൻ സമയം അതിക്രമിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് പറഞ്ഞു പോവുകയാണ്. ഇവിടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഇതിന് ഈ റിട്ടേൺ ഓഫ് മണിക്ക് ഇപ്പൊ സ്പെസിഫിക് പെർഫോമൻസിന് നമ്മൾ സൂട്ട് ഫയൽ ചെയ്യുമ്പോൾ നമ്മളിപ്പോ സാധാരണ ചെയ്യുന്നത് പലരും തെറ്റിദ്ധരിക്കുന്നുണ്ട്. ചില കക്ഷികള് ഞാൻ തന്നെ ഒരു സൂട്ട് ഫയൽ ചെയ്തപ്പോൾ ആ കാരണം പറഞ്ഞ് എന്റെ കയ്യിൽ നിന്നത് റിലിങ്ക്വിഷ് ചെയ്ത് മേടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. ഞാൻ ചെയ്ത ഇതാണ്, ഒരു സൂട്ട് ഫോർ സ്പെസിഫിക് പെർഫോമൻസ് ഫയൽ ചെയ്തപ്പോ ഫസ്റ്റ് പ്രയർ ഡയറക്ടിംഗ് ദ ഡിഫൻഡന്റ് ടു എക്സിക്യൂട്ട് ദ സെയിൽ ഡീഡ് ഇൻ ഫേവർ ഓഫ് ദ പ്ലെയിന്റിഫ്. That is the prayer for specific performance. Prayer B, alternative prayer to. In the alternative, അപ്പൊ in the alternative പറയാൻ കാരണം ആ സൂട്ട് ഫയൽ ചെയ്യുമ്പോ മറ്റേത് നിൽക്കുകയാണ് the discretion of the court. ഇപ്പൊ ഡിസ്ക്രിപ്ഷൻ ഇല്ല. അപ്പൊ അവിടെ ആൾട്ടർനേറ്റീവ് പ്രയർ ഇട്ടു. In the case, this honorable court found that
the plaintiff is not entitled for a degree of specific performance, allowing the plaintiff to recover the advance money along with interest at the rate of so and so with the cost of the suit. അപ്പൊ എവിഡൻസ് വാദിയെ ഇത് ആൾട്ടർനേറ്റീവ് പ്രയർ ആണ്. അപ്പൊ ഈ സ്പെസിഫിക് പെർഫോമൻസ് സൂട്ട് ഫയൽ ചെയ്യുമ്പോൾ എപ്പോഴും ആൾട്ടർനേറ്റീവ് പ്രയറിറ്റി കൊടുക്കാവൂ. അപ്പോൾ വാദിയെ കയറ്റി വിസ്തരിക്കുന്ന സമയത്ത് പ്രതിഭാഗം വക്കീല്, ഇവിടെ ജോൺ ജോസ് സാറിന്റെ ഓഫീസിൽ നിന്നുള്ള വക്കീലായിരുന്നു പ്രതിഭാഗം, ജലാലുദ്ദീൻ വക്കീലാണ് വന്നത്. അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചു, നിങ്ങൾ ആൾട്ടർനേറ്റീവ് പ്രയർ ആയിട്ട് ഈ പണം തിരിച്ചു കിട്ടാൻ സൂട്ട് കൊടുത്തിട്ടുണ്ടോ? അപ്പൊ പുള്ളിക്കറിയില്ല. എനിക്ക് ഭൂമി വേണമെന്നും പറഞ്ഞാണ് ഞാൻ കേസ് കൊടുത്തിരിക്കുന്നത്, ഞാൻ അങ്ങനെ ഒരു പ്രയറേ പറഞ്ഞിട്ടില്ല എന്ന് അദ്ദേഹം മൊഴി കൊടുത്ത് വരാന്ത ഇറങ്ങി. കക്ഷി എനിക്കെതിരെ അങ്ങ് തിരിഞ്ഞു. സാറേ, സാറിന്റെ അടുത്ത് ഞാൻ എപ്പോഴെങ്കിലും പറഞ്ഞിരുന്നോ പണം മുടക്കി കിട്ടിയാൽ മതി എന്ന്, അതുകൊണ്ട് സാർ ഇന്ന് വക്കാലത്ത് ഒഴിയണം. അപ്പോൾ തന്നെ ഞാൻ വക്കാലത്ത് ഒഴിഞ്ഞു. അപ്പം the claims are in a mistaken notion that alternative prayer like this hit the prayer for specific performance. തെറ്റാണ്. അത് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മറ്റേത് നിന്നില്ലെങ്കിൽ ഇതിൽ നിൽക്കണം. നമ്മൾ when we failed to prove and plead the readiness and willingness, അപ്പോൾ നമ്മൾ പോയ പണവിഞ്ഞ് കിട്ടണ്ടേ? അതിനുവേണ്ടിയാണ് ആൾട്ടർനേറ്റീവ് പ്രയർ. അപ്പൊ അതിന് പറയുന്നുണ്ട്, ഒരു ഹൈക്കോടതി ഒരു ഡിസിഷൻ പറഞ്ഞിട്ടുണ്ട്, ഈവൻ വിത്തൗട്ട് പ്രയർ ഓഫ് റിക്കവറി ഓഫ് മണി ദ കോർട്ട് ക്യാൻ മോൾഡ് സച്ച് എ പ്രയർ. ഒരു ഡിസിഷനിൽ പറഞ്ഞു. പക്ഷേ അമെൻമെന്റ് വന്നപ്പോൾ അതിൽ പറയുന്നു, ദ കോർട്ട് കനോട്ട് അലൗ ദാറ്റ് the recovery of money without a prayer in the suit. But the court can allow amendment to that effect. അതാണ് നമ്മൾ ഈ 2018 വന്നതിന് ശേഷമുള്ള നേരത്തെ കോടതിക്ക് മോൾഡ് ചെയ്യാം. 2018 അമെൻമെന്റിന് ശേഷം പറയുകയാണ്, അങ്ങനെ ഒരു പ്രയർ പ്ലെയിന്റിൽ ഇല്ലെങ്കിൽ അങ്ങനെ ഒരു റിലീഫ് അനുവദിക്കാൻ പാടില്ല. എന്നാൽ അത് മനസ്സിലാക്കി വാദി ഒരു അമെൻമെന്റുമായിട്ട് വന്നാൽ അത് അനുവദിക്കാവുന്നതാണ്. വീണ്ടും ഇതിൽ പറഞ്ഞിട്ടുണ്ട്, ആ ഭാഗമെല്ലാം കയ്യിൽ എടുത്തു പറയാൻ എനിക്ക് സമയം കഴിയുന്നുണ്ട്, പറയുന്നില്ല. ഇതിൽ വീണ്ടും പറയുന്നുണ്ട്, സ്പെസിഫിക് പെർഫോമൻസിന് സൂട്ട് ഡിസ്മിസ് ചെയ്താൽ the plaintiff is barred from instituting a fresh suit for this. അപ്പൊ അതുകൊണ്ട് നമ്മൾ സ്പെസിഫിക് പെർഫോമൻസിന് സൂട്ട് കൊടുക്കുമ്പോൾ എപ്പോഴും always bear in mind, always an alternative prayer is also to be there. It is harmless. It will not affect the basic prayer, main prayer. Then ഇനിയാണ് ഇൻസർട്ട് ചെയ്ത 14A അമെൻഡ് ചെയ്തപ്പോൾ പുതുതായിട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. നമ്മളത് ഓർഡർ 26 CPC-ലെ അതിന് അല്പം വിരുദ്ധമായിട്ടാണ് സെക്ഷൻ 40A അമെൻമെന്റ് വഴിയായ 2018 കൊണ്ടുവന്നിട്ടുണ്ട്. അത് പറയുന്നത് പവർ ഓഫ് കോർട്ട് ടു എൻഗേജ് എക്സ്പെർട്സ്. നമുക്കറിയാം ഓർഡർ 26-ൽ അപ്പോയിന്റ്മെന്റ് ഓഫ് കമ്മീഷണേഴ്സ് ആൻഡ് എക്സ്പെർട്സ്. അപ്പൊ ഓർഡർ 26 വഴിയാണ് നമ്മൾ അതിന്റെ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യുന്നതും. ഓൺ ദി ആപ്ലിക്കേഷൻ ഓഫ് either of the parties the court appoint. ബട്ട് ഇവിടെ അങ്ങനെയല്ല. Without any application of either of the parties, the court can appoint suo motu. The court can appoint an expert or experts. Read like this: without prejudice to the generality of the provisions contained in the Code of Civil Procedure 1908, in any suit under this Act, adana 26, where the court considers it necessary to get expert opinion to assist it on any specific issue involved in the suit, it may engage one or more experts and direct to report to it on such issue, and may secure attendance of the expert for providing evidence, including production of documents on the issue.
അപ്പൊ ഇതാണ് 2018 കൊണ്ടുവന്ന ഒരു നോട്ടബിൾ അമെന്റ്മെന്റ്. ഒരു ഷൂട്ട് ഫോർ സ്പെസിഫിക് പെർഫോമൻസ് ചെല്ലുമ്പോ കോടതി എടുത്ത് പരിശോധിക്കുമ്പോൾ അതിൽ ഇഷ്യൂസിന് ഒരു എക്സ്പെർട്ടിന്റെ അല്ലെങ്കിൽ ഒന്നിലധികം എക്സ്പെർട്ടുകളുടെ ഒപ്പീനിയൻ ആവശ്യമാണെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടാൽ പാർട്ടികളോട് ചോദിക്കാതെ കോർട്ട് ക്യാൻ അപ്പോയിന്റ്. അതിന്റെ റിപ്പോർട്ട് വരുമ്പോൾ it is the part of a record of the court and part of evidence. ആ എക്സ്പെർട്ടിനെ സാക്ഷിയായി വിസ്തരിക്കാം. അതിനുണ്ടാകുന്ന ചെലവ് ഏതെങ്കിലും ഒരു കക്ഷിയോടോ അല്ലെങ്കിൽ ഇരു കക്ഷികളോടോ കൊടുക്കുന്നതിന് നിർദ്ദേശിക്കുന്നതിനും കോടതിക്ക് 14A അധികാരം നൽകി. അപ്പൊ 14A പ്രകാരം നമ്മള് CPC ഓർഡർ 26 സാധാരണ സൂട്ട് ഫയൽ ചെയ്യുമ്പോൾ ആപ്ലിക്കേഷനുമായിട്ട് ചെല്ലുന്നത് പോലെ വേണ്ട. കോടതി ഇഷ്യൂ ഫ്രെയിം ചെയ്യുമ്പോൾ കോടതിക്ക് സ്വയം ബോധ്യപ്പെട്ടാൽ മതി. an opinion of an expert or opinions of more than experts is required for the fair adjudication of the suit, then the court can. 2 പറയുന്നു, the court may require to or direct any person to give relevant information to the expert or to produce or to provide access to any relevant documents, good or other property for his inspection. അങ്ങനെ അപ്പോയിന്റ് ചെയ്യുമ്പോൾ കേസിലെ പാർട്ടികളോടോ ആരോടെങ്കിലുമോ ഇതിനാവശ്യമായിട്ടുള്ള ഇൻഫർമേഷനോ ഡോക്യുമെന്റ്സോ സപ്ലൈ ചെയ്യുന്നതിന് നിർദ്ദേശം കൊടുക്കാനുള്ള അധികാരം 2 വഴി കോടതിക്ക് നൽകി. 3, the opinion or report given by the expert shall form part of the record of the suit. കക്ഷികൾ കൊണ്ടുവന്നതല്ല, കോടതി സ്വയം വരുത്തുകയാണ്. Even then it is form the record of the part of the suit. Or with the permission of the court, any of the parties to suit may examine the expert personally in open court on any other matters referred to him. അപ്പൊ ഇതിലെ ഇരു കക്ഷികൾക്കും അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇവരെ വിളിച്ചു വരുത്താം, ഇതിന്റെ കോപ്പികൾ വാങ്ങാം, അവരെ വിസ്തരിക്കാം. The expert shall be entitled to sue fee, cost or expenses as the court may fix shall be payable by the parties in such proportion. അപ്പോൾ എക്സ്പെർട്ടിന് അവർക്കുള്ള ഫീസിനും ചെലവിനും അവകാശമുണ്ടായിരിക്കും. അത് കോടതി നിർദ്ദേശിക്ക പ്രകാരം കോടതി ആ കേസിലെ കക്ഷികൾ നൽകണം. ഇതാണ് ഇതിൽ അമെന്റ്മെന്റില് ആദ്യം ഇൻസർട്ട് ചെയ്ത ഒരു സെക്ഷൻ 14A. അപ്പം 14A പ്രകാരം നമ്മൾ ചുമ്മാതെ കമ്മീഷൻ അപേക്ഷയായിട്ടൊന്നും പോകേണ്ട കാര്യമൊന്നുമില്ല. കാര്യമില്ലെങ്കിൽ 2 പ്രാവശ്യം ചിലവും ബാറ്റ കൊടുക്കേണ്ടി വരും. അപ്പൊ അവസാനം കോടതി എടുത്ത് പറഞ്ഞാൽ the court can so kindly be appointed an expert. Then 15 section, who may obtain specific performance. Any party there to ആർക്കാണ് സ്പെസിഫിക് പെർഫോമൻസ് കോടതിയെ സമീപിക്കാൻ ചെല്ലാൻ പറ്റുന്നതെന്നുള്ളതാണ് ചോദ്യം. 1, കരാറിലെ പാർട്ടികൾ, parties to the contract, അതിൽ അഗ്രിയോട് ആരാണോ അവർക്ക് ചെല്ലാം. B, the representatives in interest or the principal of any party thereto. റെപ്രസെന്റേറ്റീവ്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രിൻസിപ്പാൾ ഒരു ഏജന്റിനെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ചെല്ലാം. Then contract is a settlement on marriage. ആ സെറ്റിൽമെന്റ് ഓഫ് മാരേജ് ആണെങ്കിൽ എനി പേഴ്സൺ ബെനിഫിഷ്യലി ഇൻട്രസ്റ്റഡ്, സെറ്റിൽമെന്റ് ഓഫ് മാരേജിൽ അതിൽ ഏതെങ്കിലും ബെനിഫിഷ്യറിക്ക് ചെല്ലാം. ഇനി where the yes. Then substitution.
മൂന്ന് കാര്യങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അത് വളരെ റിലവന്റ് ആണ്. ദ ഫസ്റ്റ് വൺ, when a limited liability partnership has entered into a contract and subsequently becomes amalgamated with another limited liability partnership, the new limited liability partnership. അപ്പൊ ഈ പാർട്ണർഷിപ്പിനെ കുറിച്ച് അറിയാമല്ലോ, അപ്പൊ ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. അപ്പൊ അതില് പാർട്ണർഷിപ്പില് ലിമിറ്റഡ് ലൈബിലിറ്റി പാർട്ണർഷിപ്പും ഉണ്ട്, അൺലിമിറ്റഡ് ലൈബിലിറ്റി പാർട്ണർഷിപ്പും ഉണ്ട്. ലിമിറ്റഡ് ലൈബിലിറ്റി പാർട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, liability of the partners are not limited. Limited liability means the liability of the partners are limited to the extent those who are agreed at the time of constitution of the partnership. ഒരു പാർട്ണർഷിപ്പ് രൂപീകരിക്കുമ്പോൾ ഒരു പാർട്ണർ അയാളുടെ ബാധ്യത എത്രന്ന് അതിൽ നിജപ്പെടുത്തിയിട്ടുണ്ടോ അയാൾക്കുള്ള ബാധ്യത എത്രയുമായിരിക്കും. ഫോർ എക്സാമ്പിൾ, എ ബിയും സിയുടെ ഒരു പാർട്ണർഷിപ്പ് ഉണ്ടാക്കി. എ പറഞ്ഞു ഇതിനുണ്ടാകുന്ന ബാധ്യതയിൽ 1 ലക്ഷം ഞാൻ വഹിക്കും, ബി പറഞ്ഞു ഞാൻ 50 വഹിക്കും, സി പറഞ്ഞു 25 വഹിക്കും. ദിസ് ഈസ് എ ലിമിറ്റഡ് പാർട്ണർഷിപ്പ്. മർജറിലൊക്കെ ഒരു എക്സിസ്റ്റിംഗ് കൺസേൺ മറ്റൊരു എക്സിസ്റ്റിംഗ് കൺസേണുമായിട്ട് യോജിക്കുന്നതാണ് അമാൽഗമേഷൻ. രണ്ടായ നിന്നയിക ഒന്നെന്ന് കണ്ടളവിൽ. പാർട്ണർഷിപ്പ് എയും പാർട്ണർഷിപ്പ് ബിയുടെ ഒന്നിക്കുന്നു, യോജിച്ചിട്ട് സി എന്ന് പറയുന്ന ഒരു പാർട്ണർഷിപ്പ് രൂപീകരിക്കുന്നു. ദാറ്റ് ഈസ് അമാൽഗമേഷൻ. അപ്പോൾ ഇതിൽ പറയുന്നത് ആർക്ക് സ്പെസിഫിക് പെർഫോമൻസ് ചെല്ലാമെന്നുള്ളതാണ് ചോദ്യം. അപ്പൊ ഇതിൽ പറയുന്നത് ഒരു ലിമിറ്റഡ് ലയബിലിറ്റി ഉള്ള പാർട്ണർഷിപ്പ് ഒരു കരാറുമായിട്ട് ഒരാളായിട്ട് ഏർപ്പെട്ടു. ആ പാർട്ണർഷിപ്പ് മറ്റൊരു ലിമിറ്റഡ് പാർട്ണർഷിപ്പുമായിട്ട് ലയിച്ച് മൂന്നാമതൊരെണ്ണം ഉണ്ടായി. അങ്ങനെ ലയിക്കുമ്പോൾ പുതുതായിട്ടുണ്ടായ ആ ലിമിറ്റഡ് പാർട്ണർഷിപ്പിന് ആ തേർഡ് പാർട്ടിയുമായിട്ട് സ്പെസിഫിക് പെർഫോമൻസിന് സ്യൂ ചെയ്യാം. അതുപോലെ തന്നെയാണ് കമ്പനിയുടെ കാര്യം. പിന്നെ കമ്പനി ഹാസ് entered into a contract and subsequently become amalgamated with another company, the new company which arises out of the amalgamation. കമ്പനിയുടെ കാര്യത്തിലും അത് തന്നെ. ഒരു കമ്പനി മറ്റൊരു കമ്പനിയുമായിട്ട് ലയിച്ചു. അപ്പൊ ഇതിൽ ഒരു കമ്പനി ലയിക്കുന്നതിന് മുമ്പേ ഒരാളുമായിട്ട് ഒരു കരാറിൽ ഏർപ്പെട്ടിരുന്നു. അപ്പൊ ലയിച്ചു കഴിഞ്ഞാൽ ആർക്ക് കേസ് കൊടുക്കാം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഈ പുതിയ കമ്പനിക്ക് മറ്റേ തേർഡ് പാർട്ടിക്കെതിരെ സ്പെസിഫിക് പെർഫോമൻസ് സൂട്ടുമായിട്ട് നിൽക്കാം. And last, when the promoters of a company, promoters അറിയാമല്ലോ, ഒരു കമ്പനിയുടെ ഫോർമേഷന് സഹായിക്കുന്ന ആളുകളെയാണ് പ്രൊമോട്ടേഴ്സ് എന്ന് വിളിക്കുക. അപ്പൊ at the time of formation, the promoters entered into an agreement with a third party. അപ്പൊ പ്രൊമോഷൻ കഴിഞ്ഞു കഴിയുമ്പോൾ കമ്പനി എന്ത് നടക്കുകയാണ്? ഇൻകോർപ്പറേഷൻ. ഇൻകോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ രജിസ്ട്രേഷൻ കഴിഞ്ഞു. രജിസ്ട്രേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ദ കമ്പനി ബിക്കം അൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ, പ്രൊമോട്ടർ, ഹൗസ്റ്റർ. പക്ഷേ നേരത്തെ കരാർ ഏർപ്പെട്ടിരുന്ന ആരാണ്? പ്രൊമോട്ടറാണ്. ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത് എ ന്യൂ കമ്പനി. ഹു ക്യാൻ അപ്രോച്ച്? ദ ന്യൂ കമ്പനി ക്യാൻ അപ്രോച്ച് ദ കോർട്ട് ഫോർ ഗെറ്റിംഗ് സ്പെസിഫിക് പെർഫോമൻസ് ഓഫ് ദി എഗ്രിമെന്റ് ഇൻ ബിറ്റ്വീൻ പ്രൊമോട്ടർ ആൻഡ് തേർഡ് പാർട്ടി. അപ്പോ ഈ എയും എഫും ഡിയും എച്ചും 2018 ആക്ട് പ്രകാരമുള്ള അമെൻമെന്റ് ആണ്. ഇനി സെക്ഷൻ 16 ഞാൻ സെക്ഷൻ 10 മുമ്പേ പറഞ്ഞതുകൊണ്ട് ഇനിയും പറയുന്നില്ല. സമയം ഒരുപാടായി. സെക്ഷൻ 20 സബ്സ്റ്റിറ്റ്യൂട്ടഡ് പെർഫോമൻസ് പറഞ്ഞു. ഇനി നമുക്ക് പ്രധാനമുള്ള ഒരു 3-4 പറഞ്ഞ് ഞാൻ ഉടൻ അവസാനിപ്പിക്കാം. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞ 14A ആണ്. 14A പുതുതായിട്ട് കൊണ്ടുവന്നു. ആ 14Aയിലാണ് എക്സ്പെർട്ടിനെ അപ്പോയിന്റ് ചെയ്യുന്നതിന് കോടതിക്ക് അധികാരം നൽകിയത്. ഇനി അടുത്ത പുതിയ സെക്ഷനാണ് 20A, 20 ക്യാപിറ്റൽ A. അത് ഈ ആധുനിക കാലഘട്ടത്തിന്റെ ആ ഒരു ആവശ്യം മനസ്സിലാക്കിയാണ് ചെയ്തിരിക്കുന്നതെന്നാണ് എനിക്ക് ബോധ്യപ്പെടുന്നത്. അത് പറയുന്നത് സ്പെഷ്യൽ പ്രൊവിഷൻ ഫോർ കോൺട്രാക്ട് റിലേറ്റിംഗ് ടു ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട്. നമുക്കറിയാലോ, ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട് എന്ന് പറയുമ്പോൾ ഭൗതിക സാഹചര്യങ്ങൾ
വികസിപ്പിക്കുന്നതിനുണ്ടാകുന്ന പ്രോജക്റ്റുകളെയാണല്ലോ നമ്മൾ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റ് എന്ന് പറയുക. അപ്പോൾ ആ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റിന് ഒരു കോടതിയിലേക്ക് ഒരു നിരോധനവുമായിട്ട് ചെന്നാൽ നിരോധനം കൊടുക്കാൻ പാടില്ല എന്ന് ബാർ ചെയ്യുന്നതാണ് അമെൻഡഡ് ആൻഡ് ന്യൂ ഇൻസേർട്ടഡ് സെക്ഷൻ 20A. നമുക്കറിയാലോ, ഇപ്പോ നമ്മുടെ ഈ എന്തെങ്കിലും ഇലക്ട്രിസിറ്റി പദ്ധതിയോ അല്ലെങ്കിൽ വാട്ടർ പദ്ധതിയോ ഇതൊക്കെ വരുമ്പോ ആരെങ്കിലും ഒരാള് ഹൈക്കോടതിയിലോ അല്ലെങ്കിൽ മുനിസിപ്പൽ കോടതിയിലോ സബ് കോടതിയിലോ കൊണ്ടുവന്നൊരു നിരോധനം, ഇതാ എന്റെ മറ്റേത് പോകുന്നു അല്ലെങ്കിൽ മറിച്ചത് പോകുന്നു, അറസ്റ്റ് ചെയ്യും. അപ്പൊ ഈ ഹ്യൂജ് പ്രോജക്ട് ഈ ഒറ്റ നിരോധനം കൊണ്ട് അത് നിർത്തിവെക്കേണ്ട അവസ്ഥ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് മനസ്സിലാക്കിയിട്ടാണെന്ന് തോന്നുന്നു ഇത് ചെയ്തത്. അതിങ്ങനെ പറയുന്നു: No injunction shall be granted by a court in a suit under this act involving a contract relating to an infrastructure project specified in the schedule, where granting injunction would cause impediment or delay in the progress or completion of such infrastructure projects. അപ്പൊ ഒരു ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റ് കണ്ടിന്യൂ ചെയ്യുന്നത് നിരോധിച്ചുകൊണ്ട് ഒരു കോടതിയും ഒരു നിരോധന ഉത്തരവ് പാസാക്കാൻ പാടില്ല. കാരണം അങ്ങനെ പാസാക്കുന്നത് വഴി would cause impediment or delay in the progress. അപ്പൊ ഏതിനാണ് ഈ നിരോധനം കൊടുത്തുകൂടാത്തത്? സ്പെസിഫൈഡ് ഇൻ ദ ഷെഡ്യൂൾ. അപ്പൊ സ്പെസിഫിക് റിലീഫ് ആക്ടില് അമെൻഡ് 2018 അമെൻഡ് ചെയ്തപ്പോൾ ഒരു ഷെഡ്യൂൾ കൂടി ഇൻകോർപ്പറേറ്റ് ചെയ്തു. ആ ഷെഡ്യൂളിൽ പറയുന്നത് ഞാൻ വിശദമായി വായിക്കുന്നില്ല, മെയിൻ ഹെഡിങ് വായിക്കാം. ഈ പറയുന്ന കാര്യങ്ങൾക്കാണ് സെക്ഷൻ 20A ആപ്ലിക്കബിൾ. ട്രാൻസ്പോർട്ട് ഇൻഫ്രാസ്ട്രക്ചർ പറയാണ് ഷെഡ്യൂൾ കാറ്റഗറി ഓഫ് പ്രോജക്ട്സ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ സബ്സെക്ടേഴ്സ്. ഒന്ന്, ട്രാൻസ്പോർട്ട്, റോഡ് ആൻഡ് ബ്രിഡ്ജസ്, പോർട്സ്, ഷിപ്പ്യാർഡ്സ്, ഇൻലാൻഡ് വാട്ടർവേസ്, എയർപോർട്ട്സ്. ഇതിന്റെ പണികളുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും കരാറിൽ ഏർപ്പെട്ടാൽ കോടതി ഇൻജക്ഷൻ കൊടുക്കാൻ പാടില്ല. എനർജി, ഇലക്ട്രിസിറ്റി ജനറേഷൻ, ഇലക്ട്രിസിറ്റി ട്രാൻസ്മിഷൻ, ഇലക്ട്രിസിറ്റി ഡിസ്ട്രിബ്യൂഷൻ, ഓയിൽ പൈപ്പ് ലൈൻസ്, ഓയിൽ, ഗ്യാസ്, ലിക്വിഡേറ്റഡ് എക്സെട്ര നിരോധനം കൊടുത്തുകൂടാ. വാട്ടർ ആൻഡ് സാനിറ്റേഷൻ, സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ്, വാട്ടർ സപ്ലൈ എക്സെട്ര. കമ്മ്യൂണിക്കേഷൻ, telecommunication towers, telecommunication and telecom services, social and commercial infrastructures. Number 5, education institutions, sports infrastructure, hospital, tourism, etc. അപ്പൊ ഈ 5 ഇൻഫ്രാസ്ട്രക്ചറിനെ സംബന്ധിച്ച് ഒരു കരാറിൽ ഏർപ്പെട്ടാൽ ആ കരാറിന്റെ നിർവഹണത്തിന് നിരോധനം കൊടുക്കാൻ ഒരു കോടതിയും പാടില്ല. അതാണ് ഇപ്പോ കൊണ്ടുവന്ന 20A. ആ 20Aയോട് ചേർന്നാണ് 20B കൊണ്ടുവന്നു. 20Aക്ക് നിരോധനം നിഷേധിച്ചപ്പോൾ അതിന്റെ പരിഹാരം കാണണ്ടേ? ആ പരിഹരിക്കാൻ വേണ്ടിയാണ് 20Bയും കൂടി കൊണ്ടുവന്നു, സ്പെഷ്യൽ കോർട്സ്. അപ്പൊ ഈ 20Aയിൽ പറയുന്ന ഈ ഷെഡ്യൂളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് എന്തെങ്കിലും ഡിസ്പ്യൂട്ട് ഉണ്ടായാൽ അതിനു വേണ്ടി സ്പെഷ്യൽ കോർട്ടുകൾ ഫോം ചെയ്തു through section 20B. The state government, in consultation with the Chief Justice of High Court, shall designate by notification published in the official gazette one or more civil courts or special court within the local limits of the area to exercise jurisdiction and to try a suit under this act in respect of contracts relating to infrastructure projects. അപ്പൊ അത് നമ്മുടെ വക്കീലന്മാർക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ഇതിനെ സംബന്ധിച്ചൊരു കേസ് വന്നാൽ അതുകൊണ്ട് മുനിസിപ്പൽ കോടതിയിലോ സബ് കോടതിയിലോ പോയി അവര് പിന്നെ നോ ജൂറിസ്ഡിക്ഷൻ പറഞ്ഞ് എഴുതി വാങ്ങേണ്ട കാര്യമില്ല. ഈ 3rd ഷെഡ്യൂളിൽ പറഞ്ഞിരിക്കുന്നതിനെ സംബന്ധിച്ച് എന്തെങ്കിലും കരാറിനെ സംബന്ധിച്ച് ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടായാൽ ഹൈക്കോടതിയുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് സെൻട്രൽ ഗവൺമെന്റ് സ്പെഷ്യൽ കോർട്ടുകൾ രൂപീകരിച്ചിട്ടുണ്ട്. ആ സ്പെഷ്യൽ കോർട്ടിൽ വേണം പരിഹാരത്തിന് ചെല്ലുക. വീണ്ടും 20C പറഞ്ഞു. അപ്പൊ 20Aയും 20Bയും 20Cയും ഇന്റർ റിലേറ്റഡ് ആണ്. 20Aയിൽ civil court is barred from granting injunction.
the list of things mentioned in schedule. 20B, the jurisdiction limited to special courts. And 26, expeditious disposal of suits. അത് ഈ പറയുന്ന തേർഡ് ഷെഡ്യൂളിനെ സംബന്ധിച്ചുള്ള കരാറിനെ സംബന്ധിച്ച് ഏതെങ്കിലും കേസുകളുമായിട്ട് സ്പെഷ്യൽ കോർട്ടിൽ വന്നാൽ അത് 1 കൊല്ലത്തിനുള്ളിൽ ഡിസ്പോസ് ചെയ്തിരിക്കണം. എന്നാൽ വിത്ത് ദ പെർമിഷൻ 6 മാസം കൂടി എക്സ്റ്റെൻഡ് ചെയ്യും. മാക്സിമം 1.5 years. Notwithstanding anything contained in the Code of Civil Procedure, the suit filed under this provision of this Act shall be disposed of by court within a period of 12 months from the date of service of summons to the defendant, provided that the said period may be extended to a further period not exceeding 6 months in aggregate after recording reasons in writing for such extension by the court. So maximum 18 മാസം. ആദ്യ 12 മാസവും തുടർന്ന് കാരണം വിശദീകരിച്ചുകൊണ്ട് 6 മാസവും കൂടെ അതിനുള്ളിൽ ഇതുമായിട്ടുള്ള കാര്യങ്ങൾ തീർത്തിരിക്കണം. അപ്പം 20A, 20B and 20C introduced newly by the Amended Act 2018. Then 21 പവർ ടു അവാർഡ് കോമ്പൻസേഷൻ ആണ്. നമ്മള് കോൺട്രാക്ട് ആക്ട് പറഞ്ഞിട്ടുള്ള പഠിച്ചിട്ടുള്ള നമുക്കറിയാമല്ലോ. ലിക്വിഡേറ്റഡ് ഡാമേജസ്, സ്പെഷ്യൽ ഡാമേജസ്. അപ്പോ ഏത് രൂപത്തിൽ കോമ്പൻസേഷൻ, ആ കോമ്പൻസേഷൻ ആണ് ഞാൻ മുമ്പേ പറഞ്ഞത് ആൾട്ടർനേറ്റീവ് പ്രയറിന്റെ കാര്യം. ഇപ്പോ ഇതില് ഈ സെക്ഷൻ 21 ഒരു അഡീഷൻ വന്നു. അത് ഇൻ അഡീഷൻ ടു 21 പറയുന്നത് in a suit for specific performance of a contract, the plaintiff may also claim compensation for its breach in addition. ആ in addition ആണ് ഇപ്പം കൊണ്ടുവന്നിട്ടുള്ള അമെൻഡ്മെന്റ്. In addition to such performance. അപ്പൊ സ്പെസിഫിക് പെർഫോമൻസ് സൂട്ട് കൊടുക്കുമ്പോൾ സ്പെസിഫിക് പെർഫോമൻസ് എന്നുള്ള പ്രയർ മാത്രം കൂടാതെ അതുമായിട്ട് ബന്ധപ്പെട്ട് കോൺസിക്വൻഷ്യൽ ലോസ് വാദിക്കുണ്ടായിട്ടുണ്ടെങ്കിൽ അത് കൂടി ക്ലെയിം ചെയ്യാൻ അധികാരം നൽകുന്നതാണ് സെക്ഷൻ 20. ഇൻ അഡീഷൻ എന്ന വാക്കുകൂടി 2018 അമെൻഡ്മെന്റ് വഴി ആഡ് ചെയ്തു. നേരത്തെ എന്ന് വെച്ചാൽ കോമ്പൻസേഷൻ ഫോർ ഇറ്റ്സ് ബ്രീച്ച് സച്ച് പെർഫോമൻസ് ഉള്ളായിരുന്നു. അതിൽ ഇൻ അഡീഷൻ ചേർന്നു. അപ്പൊ നമുക്ക് ഇപ്പോ നോട്ട് ഓൺലി സൂട്ട് ഈസ് ഫൈൽഡ്, നോട്ട് ഓൺലി ഫോർ ഗെറ്റിംഗ് എ ഡിഗ്രി ഫോർ സ്പെസിഫിക് പെർഫോമൻസ്, ബട്ട് കോമ്പൻസേഷൻ ആൾസോ. അപ്പൊ അതിന്റെ വിശദ വിവരങ്ങൾ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഈ പറയുന്ന കോമ്പൻസേഷൻ ചോദിച്ചിട്ടില്ലെങ്കിൽ കൊടുക്കാൻ പാടില്ലെന്ന് അത് പറയുന്നുണ്ട്. എന്നാൽ ഇത് പിന്നീട് മനസ്സിലാക്കിയിട്ട് ഒരു അമെൻമെന്റുമായിട്ട് ചെന്നാൽ അത് അനുവദിക്കണമെന്നും ഈ സെക്ഷൻ 21 പറയുന്നുണ്ട്. ഞാൻ വിശദമായി വായനയിലേക്ക് പോകുന്നില്ല. ദാറ്റ് ഈസ് ദ ഹാർഡ് കോർ. ദെൻ 22 ആണ്. അതിലും ഒരു സം എക്സ്റ്റെന്റ് യൂസ്ഫുൾ പവർ ടു ഗ്രാൻഡ് റിലീഫ് ഫോർ പൊസഷൻ, പാർട്ടീഷൻ, റീഫണ്ട് ഓഫ് ഏണസ്റ്റ് മണി. അതാണ്. അപ്പൊ ഈ അഗ്രീവ്ഡ് പാർട്ടിക്ക് മൂന്ന് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഗ്രാൻഡ് റിലീഫ് ഫോർ ഏണസ്റ്റ് മണി 3 കാര്യമായിട്ട് ചെല്ലാം. ഒന്ന്, നമുക്കറിയാം ചില സമയങ്ങളിൽ അഗ്രിമെന്റ് ഫോർ സെയിൽ, സംടൈം ദി പ്രപ്പോസ്ഡ് സെല്ലർ ഹാൻഡഡ് ഓവർ ദി പൊസഷൻ ഓഫ് ദി ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ടു ദി പ്രപ്പോസ്ഡ് വെണ്ടി. അപ്പൊ കരാറ് ഏർപ്പെട്ട സമയം മുതൽ അതിൽ സബ്ജക്ട് മാറ്റേണ്ട പൊസഷൻ വെണ്ടിയിലേക്ക് ചെയ്യുന്നു, പ്രപ്പോസ്ഡ് വെണ്ടിയിലേക്ക്. At the time of filing the suit, the proposed vendee is in the possession of the subject matter. So the aggrieved party, when the proposed vendee committed breach, the aggrieved party, the proposed vendor can file a suit for restoring the possession. Or in other case, vice versa, when A failed to perform his part of contract, the aggrieved party B can file a suit for recovery of money.
the advance money. And when the subject matter of the property is a joint property, the aggrieved party can file a suit for partition. അതിലെ പാർട്ടീഷൻ ആവശ്യപ്പെടാം, അഡ്വാൻസ് മണി മടക്കി മതിയെങ്കിൽ ഏണസ്റ്റ് മണിക്ക് വേണ്ടി മാത്രം കേസ് കൊടുക്കാം. അതാണ് സെക്ഷൻ 22. Then ബാക്കി 24, 25 അത്ര പ്രസക്തമല്ല. 26 അല്പം പ്രസക്തമുണ്ട്. റെക്ടിഫിക്കേഷൻ ഓഫ് ഇൻസ്ട്രുമെന്റ്സ് ആണ്. പലർക്കും അറിഞ്ഞുകൂടാത്ത ഒരു കാര്യമാണ്. ഈ നമ്മൾ രജിസ്ട്രേഡ് ഈ ഡോക്യുമെന്റ് രജിസ്റ്റർ ചെയ്യുമ്പോൾ അതിൽ അപ്പാരന്റ് ആയിട്ട് എന്തെങ്കിലും തെറ്റുകൾ കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ ആ തെറ്റുകൾ തിരുത്താൻ ആവശ്യപ്പെട്ടപ്പോൾ അവര് തിരുത്താൻ തയ്യാറായില്ലെങ്കിൽ the aggrieved party can file a suit before the competent court of law for getting rectification of the instrument. അതാണ് section 26. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു സെയിൽ ഡീഡ് എഴുതിയപ്പോ ആ സർവേ നമ്പർ സബ് ഡിവിഷൻ മാറിപ്പോയി, തെറ്റായിട്ട് എഴുതിപ്പോയി. സർവേ 226/1 പകരം 226/2 പോയി. അപ്പോൾ ഇതിന്റെ റെമഡി എന്ന് പറഞ്ഞാൽ ഒരു തിരുത്താധാരം, ഒരു പിഴുതിരുത്താധാരം എഴുതുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ആ എഴുതി തന്നയാളിനോട് പറയണം ഇങ്ങനെ ഒരു പിശക് പറ്റി, അതുകൊണ്ട് ഒരു പിഴ എഴുതി തരൂ. അപ്പൊ അയാളൊന്ന് എഴുതിയാൽ മതി, ഞാൻ ഇങ്ങനെ ഒരു ആധാരം എഴുതി കൊടുത്തിരുന്നതും ഇത്ര നമ്പറിന്റെ ആധാരം എഴുതി കൊടുത്തിരുന്നതും അതിൽ സർവേ നമ്പർ 226/1 പകരം 2 പോയിട്ടുള്ളതും 226/1. സാറേ ഒന്ന് ഇന്റർഫിയർ ചെയ്യാണ്, തീരാറായി. വീണ്ടും ഇപ്പം കട്ടായി കഴിഞ്ഞാൽ എല്ലാരും റീ എൻട്രി ചെയ്യാം. ഓക്കെ ഒരു 10 മിനിറ്റിനുള്ളിൽ അവസാനിപ്പിക്കാം. ഓക്കെ സാർ. ഓക്കില 10 മിനിറ്റ് എടുക്കും. ഇനി ക്വസ്റ്റ്യൻസിന് സമയം കൊടുക്കുക. 10 മിനിറ്റ് കൊണ്ട് നമുക്കിത് സിലബസ് തീർക്കാം. പിന്നെ ചോദ്യം ആണല്ലോ. ഓക്കെ നമുക്ക് 10 മിനിറ്റ് കൊണ്ട് സിലബസ് അവസാനിപ്പിക്കാം. അതെ റീ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ അതെ ഓക്കെ റീ എൻട്രി ആവാം. It is truly enforceable by law. A void contract means it is an invalid one, cannot be enforceable by law. But ഇതിന്റെ രണ്ടിലൂടെ മധ്യത്തിലുള്ള ആളാണ് voidable contract. Voidable contract means it is valid at the option of one of the parties. ഒരു കരാറിലെ ഏതെങ്കിലും ഒരു പാർട്ടിയെ സംബന്ധിച്ച് അത് വാലിഡ് ആയിട്ട് ചൂസ് ചെയ്യാവുന്ന ഒരു കരാറിനെയാണ് വോയിഡബിൾ എന്ന് പറയുക. അപ്പൊ വോയിഡബിൾ എന്ന് പറയുമ്പോൾ അതിന് 2 ആംഗിൾ ഉണ്ട്. സംടൈം ഇറ്റ് ഈസ് വോയിഡ് ആൻഡ് സംടൈം ഇറ്റ് ഈസ് വാലിഡ്. അത് അറ്റ് ദി ഓപ്ഷൻ ഓഫ് വൺ ഓഫ് ദ പാർട്ടീസ്. അപ്പോൾ ഇവിടെ ഈ വോയിഡബിൾ കോൺട്രാക്റ്റില് അതിൽ ഓപ്ഷൻ എക്സസൈസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന പാർട്ടി അത് ടെർമിനേറ്റ് ചെയ്താൽ ഇറ്റ് ഈസ് അഡ്ജഡ്ജഡ് ആസ് റിസൈൻഡ്. ഈ 2 സാഹചര്യങ്ങളിലാണ് ഒരു കോൺട്രാക്റ്റിനെ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. എല്ലാവർക്കും കേൾക്കാം. യെസ്. അപ്പൊ 27 ഈ നമ്മുടെ യൂഷ്വലായിട്ട് വരുന്ന ഒരു സെക്ഷൻ അല്ല, ഒരു ചില അടിയന്തര സാഹചര്യങ്ങൾ മാത്രം ഉപയോഗിക്കേണ്ടി വരുന്ന ഒന്നാണ് ഈ റെസിഷൻ. 28 a rescission in certain circumstances contract for the sale or lease of the specific performance of which has been decreed. ഇത് ഈ പറയുന്നത് ഒരു സൂട്ട് ഡിഗ്രി ആയതിനു ശേഷവും അത് പെർഫോം ചെയ്യുന്നില്ല. അങ്ങനെയുള്ളത് റിസൈൻഡ് ചെയ്യുന്നതിന് അതിലെ അഗ്രീവ്ഡ് പാർട്ടിക്ക് ക്യാൻ ഫയൽ എ സ്യൂട്ട് ഫോർ റിസിഷൻ. അതാണ്
28-ൽ 27-നും 28-ഉം തങ്ങളിൽ നാരോ ആണ്. 28 പറയുന്നത് wherein any suit or decree for specific performance of a contract for the sale or lease of immovable property has been made, and the purchaser or lessee does not within the period allowed by the decree or such a future period as the court may allow, pay the purchase money or other sum which the court has ordered him to pay, the vendor or lessor may apply in the same suit in which the decree is made to have the contract resigned, and on such application the court may by order resign the contract. അപ്പൊ ഈ 28 വളരെ റിലവന്റ് സെക്ഷൻ ആണ്. മറ്റ് ഒരു ഡിഗ്രിയിലും കിട്ടാത്ത ഒരു അഡ്വാൻറ്റേജ് സെക്ഷൻ 28. സെക്ഷൻ 28-ൽ ആദ്യം പറയുന്നത് ഒരു എഗ്രിമെന്റ് ഫോർ സെയിൽ, എയും ബിയും തമ്മിലുള്ള എഗ്രിമെന്റ് ഫോർ സെയിലിൽ എ അയാളുടെ വസ്തു ബിക്ക് 2 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാമെന്നും 50,000 രൂപ അഡ്വാൻസ് വാങ്ങുകയും ചെയ്തു. എ എഴുതി കൊടുക്കാൻ വിസമ്മതിച്ചു. ബി ഫയൽഡ് എ സ്യൂട്ട് ഫോർ സ്പെസിഫിക് പെർഫോമൻസ് ഡയറക്ടിങ് എ ടു execute the sale deed in favor of B. Specific performance granted suit is decreed, directing the plaintiff to deposit the balance consideration before the court within 2 months. And after depositing the sale consideration, from the date of depositing the sale consideration within 2 months, directing the defendant to execute sale deed in favor of B. അപ്പൊ 2 കണ്ടീഷൻ ഉണ്ട്. എ ബ്രീച്ച് വരുത്തി, ബി സൂട്ട് ഫയൽ ചെയ്തു. ബിയുടെ സൂട്ടിൽ സ്പെസിഫിക് പെർഫോമൻസ് ഗ്രാന്റ് ചെയ്തു, ഡിഗ്രി പാസ്. അതിൽ പറഞ്ഞു ബിയോട് നിങ്ങൾ ആ ബാക്കി വിലയിരുത്താൻ 1.5 ലക്ഷം രൂപ 2 മാസത്തിനുള്ളിൽ ഫ്രം ദ ഡേറ്റ് ഓഫ് ജഡ്ജ്മെന്റ് കോടതിയിൽ കെട്ടണം. അങ്ങനെ കിട്ടിയാൽ 2 മാസത്തിനുള്ളിൽ എ വിലയാധാരം ബിക്ക് എഴുതി കൊടുക്കണം. 2 കണ്ടീഷൻ. അപ്പോൾ ആദ്യം പാലിക്കേണ്ട കണ്ടീഷൻ ഏതാണ്? ബി ഈസ് ടു ഡെപ്പോസിറ്റ് ബാലൻസ് കൺസിഡറേഷൻ ഓഫ് rupees 1,50,000 ബിഫോർ ദ കോർട്ട് വിത്തിൻ 2 months ഫ്രം ദ ഡേറ്റ് ഓഫ് ജഡ്ജ്മെന്റ്. അങ്ങനെ ചെയ്താൽ മാത്രമേ എയ്ക്ക് തൊട്ടടുത്ത 2 മാസത്തിനുള്ളിൽ വിലയാധാരം എഴുതി കൊടുക്കേണ്ടത്. ഈ 2 മാസത്തിനുള്ളിൽ ബി ഈ വിലയർത്ഥം കോടതിയിൽ കെട്ടിവെച്ചില്ല. ഡിഗ്രി അതുപോലെ നിൽക്കുകയാണ്. ഈ ഡിഗ്രി ഇതുപോലെ നിലനിന്നാൽ ബിക്ക് ഇനി എന്തെങ്കിലും ഇത് വേറെ ആർക്കെങ്കിലും വിൽക്കുകയോ മറ്റ് എന്തെങ്കിലും ഏലിയനേഷൻ നടത്തണമെങ്കിൽ ദിസ് ഈസ് എ ബാർ, ദിസ് ഈസ് ആൻ ഇംപിഡിമെന്റ്. ഇയാൾ വേറെ ആർക്കെങ്കിലും എഴുതി കൊടുക്കുമ്പോ ചിലപ്പോ ഈ ജഡ്ജ്മെന്റ് എടുത്തുകൊണ്ട് ചെല്ലും, ഡിഗ്രി പാസ്. അങ്ങനെയുള്ള ഘട്ടങ്ങളിലാണ് ഈ സെക്ഷൻ 28-ന്റെ ആവശ്യകത. എ ക്യാൻ ഫയൽ ആൻ ആപ്ലിക്കേഷൻ, പുതിയ സൂട്ട് വേണ്ട, an application in the same suit for getting an order resigning the decree. ഇയാള് കോടതി പറഞ്ഞ 2 മാസത്തിനുള്ളിൽ ഈ പണം കെട്ടിവെക്കാൻ പരാജയപ്പെട്ടിരിക്കുന്നു, അതുകൊണ്ട് ഈ ഡിഗ്രി റദ്ദ് ചെയ്യുക എന്നാവശ്യപ്പെട്ടുകൊണ്ട് എക്ക് സമീപിക്കാം. അതാണ് സെക്ഷൻ 28 പറയുന്നത്. അങ്ങനെ ചെയ്താൽ, കോടതി അങ്ങനെ ഒരു ഡിഗ്രി പാസ്സാക്കിയാൽ, പ്രത്യേകം പറയുന്നുണ്ട്, ഇതെല്ലാത്തിലും പറയുന്നതാണ്, ഇവിടുത്തെ സിവിൽ കോർട്ടൊന്നും ഇത് അനുസരിക്കാത്തതാണ്. ഒന്നുകിൽ ആ ജുഡീഷ്യൽ ഓഫീസർക്കുള്ള അറിവില്ലായ്മ ഉണ്ടായിരിക്കാം. അത് കേട്ടെ. The court shall intimate that fact to the concerned SRO when an entry is in connection with the suit with that SRO or any revenue authority. അപ്പൊ ഇങ്ങനെ ഒരു ഡിഗ്രി റിസൈൻ ചെയ്താൽ വിത്തൗട്ട് ദി ആപ്ലിക്കേഷൻ ഓഫ് ദ പാർട്ടി
കോടതി തന്നെ ഇത് കൺസിഡർ എവിടെയെങ്കിലും നേരത്തെ കോടതിയിൽ നിന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കണം. നമുക്കറിയാം ഓർഡർ 38 അറ്റാച്ച്മെന്റിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഷൂട്ട് ഡിസ്മിസ് ചെയ്താൽ ദി അറ്റാച്ച്മെന്റ് ഷാൽ ആൾസോ ടു ബി ലിഫ്റ്റഡ് വിത്തൗട്ട് എനി ആപ്ലിക്കേഷൻ ഓഫ് ദ പാർട്ടി. അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, എനിക്ക് തോന്നുന്നു റൂൾ 5 തോന്നുന്നു. ഒരു സൂട്ട് ഡിസ്മിസ് ചെയ്യുകയാണെങ്കിൽ അത് അറ്റാച്ച്മെന്റ് ഉണ്ടെങ്കിൽ ആരും ഹർജി കൊടുക്കേണ്ട ആവശ്യമില്ല. ആ സൂട്ടിനോടൊപ്പം ആ ഐയെയും ഡിസ്പോസ് ചെയ്തിരിക്കണം. എന്നിട്ട് അത് കൺസേൺഡ് റവന്യൂ അതോറിറ്റിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഇത് കോഡിൽ പറയുന്നതാണ്, ഇവിടെ ആരും ചെയ്യാറില്ല. ഇത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ചെയ്യുന്ന എന്താണ്? പ്രതി, വാദിക്ക് ആവശ്യമില്ലല്ലോ, പ്രതി വീണ്ടും ഹർജിയുമായിട്ട് ചെല്ലുന്നു, എന്റെ അറ്റാച്ച്മെന്റ് നീക്കം ചെയ്യണം. ദാറ്റ് ഈസ് അഗൻസ്റ്റ് ലോ. The procedure says when a suit is dismissed, the attachment application also to be dismissed and the attachment to be lifted. അതുപോലെയാണ് ഇതിലും പറയുന്നത്. അങ്ങനെ ഒരു ഡിഗ്രി പാസ്സാക്കി എവിടെയെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കോടതി തന്നെ അറിയിച്ചിരിക്കണം. അപ്പൊ ഇത് മനസ്സിലാക്കേണ്ടത്, not by filing a fresh suit but an interlocutory application in the pending or the suit already decreed. ഇതുപോലെയാണ് ഒന്നുകൂടി ഇതിൽ സവിശേഷതയുണ്ട്. നമ്മൾ സാധാരണ ഡിഗ്രി എല്ലാം എല്ലാ കേസിലും 2 ഘട്ടങ്ങളുണ്ട്: ട്രയൽ സ്റ്റേജ് ആൻഡ് ദി എക്സിക്യൂഷൻ സ്റ്റേജ്. ആദ്യം നമ്മൾ ഡിഗ്രി സമ്പാദിക്കുന്നു, രണ്ടാം ഘട്ടം ഡിഗ്രി എക്സിക്യൂട്ട് ചെയ്യുന്നു, ദാറ്റ് ഈസ് വിധി നടത്തുന്നു. by invoking various provisions under Order 21 of the CPC. പക്ഷേ ഇതിൽ മാത്രമാണ് ആ പ്രിവിലേജ് ഉള്ളത്. എനിക്ക് തോന്നുന്നു ഇതിലും പിന്നെ പാർട്ടി സൂട്ട് ഫോർ പാർട്ടീസിലും ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുക. ഇതിൽ സ്പെസിഫിക് പെർഫോമൻസ് ഓർഡർ ചെയ്താൽ, ഡിഗ്രി പാസ്സാക്കിയാൽ പ്രത്യേകം എക്സിക്യൂഷൻ പെറ്റീഷൻ കൊടുക്കേണ്ട കാര്യമില്ല. The decree holder can file an IA in the same suit for the execution. അതാണ് 28(3 പറയുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, അത് സെല്ലറുടെ കാര്യമാണ്. അയാളാണ് സമയത്ത് പണം തരാഞ്ഞ് ഡിഗ്രി അവിടെ കിടക്കുകയാണ്, അത് റിസൈൻ ചെയ്യാൻ കൊടുക്കുകയും അയാൾ സക്സീഡ് ചെയ്യുകയും ചെയ്തു. ഇനി ഡിഗ്രി ഹോൾഡർ കാര്യമാണ് പറയുന്നത് 3. If the purchaser lessee pays the purchase money or other sum which he is ordered to pay under the decree within the period referred to in subsection 1, the court may, on application made in the same suit, award the purchaser or lessee such further relief as he may be entitled to, including in appropriate cases all or any of the following relief, namely: A, the execution of proper conveyance or lease by the vendor or lessor; B, delivery of possession or partition and separate possession of the property on the execution of such a conveyance or lease. 4 പറയുന്നു. 4 പിന്നെ ഞാൻ പറയാം. അപ്പോ 3 മനസ്സിലായല്ലോ. 3 ഞാൻ മുമ്പേ പറഞ്ഞ 2 ഘട്ടമുണ്ട്. ആദ്യം വാദിയോട് പറഞ്ഞു, നിങ്ങൾ 2 മാസത്തിനുള്ളിൽ പണം കെട്ടിവെക്കൂ. അത് കെട്ടിവെച്ച് 2 മാസത്തിനുള്ളിൽ നിങ്ങൾ എഴുതി കൊടുക്കൂ. അത് നടക്കാഞ്ഞാണ് എ പോയത്, ഈ ഡിഗ്രി റിസൈൻ ചെയ്യണം. രണ്ടാമത്തെ എടുക്കാം. ബി സമയത്തിനുള്ളിൽ 2 മാസത്തിനുള്ളിൽ 1.5 ലക്ഷം കെട്ടിവെച്ചു. എയോട് പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ 2 മാസത്തിനുള്ളിൽ എഴുതി കൊടുക്കണം. എ ചെയ്തില്ല. ആ ചെയ്യാതെ വരുമ്പോഴാണല്ലോ നമ്മൾ മറ്റേ ഇതനുസരിച്ച് എക്സിക്യൂഷന് പോവുക. അടുത്ത 2ാം ഘട്ടം ഓർഡർ 21. ഇവിടെ ഓർഡർ 21 ഇപ്പോൾ പറഞ്ഞില്ലേ, ഓൺ ആപ്ലിക്കേഷൻ മെയ്ഡ് ഇൻ ദി സെയിം സ്യൂട്ട്, എ, ദ എക്സിക്യൂഷൻ ഓഫ് എ പ്രോപ്പർ കൺവെയൻസ് ഓർ ലീസ് ബൈ ദ വെണ്ടർ ഓർ ലെസർ. എന്തിനാണ്? ഈ ആധാരം അയാൾ തന്നില്ല, അല്ലെങ്കിൽ കോടതിയായിട്ട് എഴുതി തരണം. അപ്പോഴാണ് കോടതി ആധാരം മറ്റേയാൾക്ക് വേണ്ടി എഴുതി കൊടുക്കുക. ഇതിന് നമ്മൾ EP ഫയൽ ചെയ്യണ്ട. ഇത് ഈ സ്പെസിഫിക് പെർഫോമൻസിൽ കിട്ടുന്ന ഒരു പ്രിവിലേജ് ആണ്. 2, ഡെലിവറി ഓഫ് പൊസഷൻ. പൊസഷൻ വീണ്ടും മറ്റേയാളുടെ കയ്യിലായിരിക്കുമല്ലോ, ആധാരം കിട്ടിയതേ ഉള്ളൂ, പിന്നെ 2ാം ഘട്ടമല്ലേ.
നമുക്കറിയാമല്ലോ, നമ്മള് ഈ ഈ പിന്നെ മണി ഡിഗ്രി എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ലേലത്തിൽ പിടിക്കും. ലേലത്തിൽ പിടിക്കുമ്പോഴും വസ്തുവാരുടെ കൈവശമായിരിക്കും ഇൻ ദ പൊസഷൻ ഓഫ് ദി ജഡ്ജ്മെന്റ് ലെറ്റർ. പിന്നെ രണ്ടാം ഘട്ടമുണ്ട് ഡെലിവറി ഓഫ് പൊസഷൻ. ഡെലിവറി ഓഫ് പൊസഷൻ ചെല്ലുമ്പോഴാണോ വലിയ വലിയ പ്രശ്നങ്ങൾ, ഒബ്സ്ട്രക്ഷൻ, മറ്റേത് ഒരുപാട്. അതുപോലെ ഇവിടെയുമുണ്ട്. ആധാരം എഴുതി കൊടുത്താലും പ്രപ്പോസ്ഡ് വെണ്ടറുടെ വെണ്ടർ ഇരിക്കുകയാണ് പ്രോപ്പർട്ടി. അപ്പൊ ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദ കോർട്ട് ടു ഡെലിവർ പൊസഷൻ. അപ്പൊ കോടതി ആധാരം എഴുതി കൊടുത്തു. കൂടാതെ ദ ഡെലിവറി ഓഫ് പൊസഷൻ ഓർ പാർട്ടീഷൻ ആൻഡ് സെപ്പറേറ്റ് പൊസഷൻ, അതും കോടതിക്ക് ഈ പറയുന്ന സൂട്ടിൽ തന്നെ ചെയ്യാൻ. നോ സെപ്പറേറ്റ് എക്സിക്യൂഷൻ പെറ്റീഷൻ ഈസ് റിക്വയർഡ്. ദിസ് ഈസ് എ ഗ്രേറ്റ് പ്രിവിലേജ്. സ്പെസിഫിക് പെർഫോമൻസിൽ മാത്രമാണ്. പിന്നെ പാർട്ടീഷൻ ഉണ്ട്. അതിൽ പാർട്ടീഷൻ എന്ന് പറഞ്ഞാൽ പ്രാഥമിക ഡിഗ്രി പാസ്സാക്കുമ്പോ ഇത് നെവർ എൻഡിങ് ആയിട്ട് രണ്ടാം ഘട്ടത്തിലേക്ക് വിടുകയാണ് നമ്മൾ. പിന്നെ ഫൈനൽ ഡിഗ്രി ആപ്ലിക്കേഷൻ അതിൽ തന്നെയാണ് കൊടുക്കുക. അതിൽ തന്നെ ആധാരം എഴുതുന്നു, ഒരു കാര്യങ്ങളെല്ലാം അതിൽ ചെയ്യുന്നു. ലൈക്ക് വൈസ് ഇതിലും അങ്ങനെയാണ്. അപ്പോ 4 പറയുന്നു, പ്രത്യേകം എടുത്ത് പറയുന്നു, no separate suit in respect of any relief which may be claimed under this section shall lie at the instance of a vendor, purchaser, lessor or lessee as the case may be. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ റെസിഷനും രണ്ടാമത് പറഞ്ഞതിനും സെപ്പറേറ്റ് സൂട്ട് നിലനിൽക്കില്ല. only application in the same suit. അപ്പൊ ഓർത്ത് വെച്ചോളുക, നമ്മൾ സ്പെസിഫിക് പെർഫോമൻസിന് ഡിഗ്രി കിട്ടിയാൽ നമ്മൾ ഇപിയുമായിട്ട് പോകേണ്ട കാര്യമില്ല. അതിൽ തന്നെ ഒരു ഹർജിയുമായിട്ട് ആഫ്റ്റർ ദ ലാപ്സ് ഓഫ് ടൈം, ആഫ്റ്റർ ഫുൾഫില്ലിംഗ് ദ കണ്ടീഷൻ സ്റ്റിപുലേറ്റഡ് ഇൻ ദ ഡിഗ്രി. ദെൻ 31, 29 ആൾട്ടർനേറ്റീവ് പ്രയർ നേരത്തെ പറഞ്ഞാണ് 30. ദെൻ 31 ക്യാൻസലേഷൻ ആണ്. ക്യാൻസലേഷനും ഇതിനോടകം പറഞ്ഞു. ഇനി ഏറ്റവും അവസാനം ഇൻജങ്ഷൻ ആണ്. ചാപ്റ്റർ 7 നമ്മുടെ ഡേ ടുഡേ നമ്മുടെ ജോൺ ജോർജ് സാറ് കഴിഞ്ഞ ദിവസം ഈസ്മെന്റ് ക്ലാസ് എടുത്തിരുന്നു. അപ്പൊ ഈസ്മെന്റില് അദ്ദേഹം പ്രധാനമായി നമ്മുടെ കോടതിയിലേക്ക് വരുന്ന ഈസ്മെന്റിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്ത് അദ്ദേഹം പറഞ്ഞിരുന്നു. നെസസിറ്റി, ഗ്രാന്റ്, പ്രിസ്ക്രിപ്ഷൻ. അപ്പൊ ഈ നെസസിറ്റിയും ഗ്രാന്റും പ്രിസ്ക്രിപ്ഷനും ഒക്കെ അതിൽ ഡിഫൈൻ ചെയ്തിട്ടേ ഉള്ളൂ. ഇത് എൻഫോഴ്സ് ചെയ്ത് കിട്ടണമെങ്കിൽ ഈ ആക്ടിലേക്ക് വരണം സ്പെസിഫിക്കലി. അപ്പൊ അതാണ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞത്, പല നിയമങ്ങളിലും നിയമം പറഞ്ഞിരിക്കാം, പക്ഷെ നടപ്പിലാക്കണമെങ്കിൽ ഇതിലേക്ക് വരണം. അതാണ് ഇൻജക്ഷൻ. അപ്പോൾ ഇൻജക്ഷനെ വളരെ 5 മിനിറ്റ്സിനുള്ളിൽ ഞാൻ സമർപ്പിക്കുകയാണ്. ഇൻജക്ഷനെ നമ്മൾ 2ആയിട്ടാണ് മെയിൻലി ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്, പെർമനന്റ് ആൻഡ് മാൻഡേറ്ററി. പെർമനന്റ്, പ്രൊഹിബിറ്ററി, പെർമനന്റ്, മാൻഡേറ്ററി. പെർമനന്റ് പ്രൊഹിബിറ്ററി ഒറ്റ വാക്കിൽ നമ്മൾ അല്ലാതെയും വിളിക്കുന്നുണ്ട് പെർപെച്വൽ ഇൻജക്ഷൻ. അപ്പോ പെർമനന്റ് പ്രൊഹിബിറ്ററിയും മാൻഡേറ്ററിയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഒന്ന് മാത്രമേ ഉള്ളൂ. പെർമനന്റ് പ്രൊഹിബിറ്ററി ഇറ്റ് ഈസ് എ നെഗറ്റീവ് വൺ. നെഗറ്റീവ് മീൻസ് നോട്ട് ടു ഡു, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് നിർദ്ദേശിക്കുന്നതാണ് പ്രൊഹിബിറ്ററി. മാൻഡേറ്ററി, ടു ഡു. The court is directed a party to do like that. That is mandatory. ഇത്രയുള്ളതിൽ വ്യത്യാസം. Both are injunctions. ഒന്നില് നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ലെന്നും ഒന്നിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്തിരിക്കണമെന്നും നിർദ്ദേശിക്കും. അപ്പൊ ഇൻജക്ഷനെ മെയിൻലി ക്ലാസിഫൈഡ് into 2: permanent prohibitory and mandatory. ഇതിൽ തന്നെ ഒരു സബ് ഡിവിഷൻ ഉണ്ട്, അത് ക്ലാസിഫിക്കേഷനിൽ വരുന്നില്ല. ടെമ്പററി ഇൻജക്ഷൻ. ഇതാണ് നമ്മള് ഈ ജോൺ ജോർജ് സാർ പഠിപ്പിച്ച ഇപ്പം ഈസ്മെന്റ് ബൈ പ്രിസ്ക്രിപ്ഷൻ. ഒരു സുപ്രഭാതത്തിൽ നമ്മൾ ഈ പറയുന്ന കാലത്തില് ഇങ്ങനെ പരസ്യമായും തുടർച്ചയായിട്ടും നിരാക്ഷേപമായിട്ടും അവകാശ രൂപേണ ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ വഴിസ്ഥലം, ഇതിന്റെ റിയൽ ഓണർ ഡിസ്റ്റർബ് ചെയ്യാൻ വരുന്നു.
അപ്പൊ ചെയ്യുന്നതിന് മുമ്പേ തടയുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ പിന്നെ ഡിക്ലറേഷനും മറ്റേതിനും പോകണം. അപ്പൊ അതുകൊണ്ട് നമ്മൾ സൂട്ടുമായിട്ട് ചെല്ലുന്നു. ആ സൂട്ടുമായിട്ട് ചെല്ലുന്നത് ഫോർ എ പെർമനന്റ് പ്രൊഹിബിറ്ററി ഇൻജങ്ഷൻ റെസ്ട്രെയിനിങ് ദ ഡിഫൻഡന്റ് ഫ്രം മേക്കിംഗ് എനി nuisance in using the plaintiff be schedule, the said way. അപ്പൊ ഇതും കൊടുത്തിട്ട് ഇരുന്നാൽ ഇയാൾ എന്തെങ്കിലും ചെയ്താൽ നിരോധിക്കണ്ടേ? അതിനാണ് ഈ പറയുന്ന ടെമ്പററി ഇൻജക്ഷൻ ആർ സച്ച് ആസ് ആർ ടു കണ്ടിന്യൂ അണ്ടിൽ ആ സ്പെസിഫൈഡ് ടൈം ഓർ അണ്ടിൽ ദ ഫർദർ ഓർഡർ ഓഫ് ദി കോർട്ട്. ഒരു കൃത്യസമയം വരെ നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന പ്രവൃത്തികൾ ചെയ്യാൻ പാടില്ല എന്ന് നിരോധിച്ചുകൊണ്ട് താൽക്കാലികമായി ഇറക്കുന്ന ഒരു ഉത്തരവാണ് ടെമ്പററി ഇൻജക്ഷൻ. ടെമ്പററി ഇൻജക്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ ആൻസിലറി റിലീഫ് ഇൻ എ ഡിഗ്രി, ഇൻ എ സൂട്ട്. സൂട്ട് ഉണ്ടെങ്കിലേ അയ്യേ ഉള്ളൂ. ആ അയ്യയിലാണ് നമ്മൾ ഇന്ററിം ഇൻജക്ഷൻ ചോദിക്കുക. ആ ഇന്ററിം ഇൻജക്ഷൻ ചോദിക്കുമ്പോൾ നമ്മൾ ആവശ്യപ്പെടുന്നത് ഈ കേസിന്റെ തീരുമാനമെടുക്കുന്നതിന് സമയമെടുക്കുമല്ലോ. എന്നാൽ അതിനു മുമ്പേ തന്നെ ഇയാള് ഈ പറയുന്നതൊക്കെ ചെയ്യാൻ സാധ്യതയുണ്ട്. അത് എനിക്ക് വലിയ വലിയ ഇറിപ്പൻചൊറി ആൻഡ് ലോസ് എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. അതുകൊണ്ട് ഈ സൂട്ടിന്റെ തീരുമാനം വരെ അയാളിനെ ഒന്ന് നിരോധിച്ചു നിർത്തണം. അപ്പൊ അവിടെയും പറയുന്നുണ്ട്, ഞാൻ നേരത്തെ സ്പെസിഫിക് പെർഫോമൻസിൽ പറഞ്ഞ ഒരു ഡിസ്ക്രിഷണറി റിലീഫ്. ഇൻജക്ഷൻ ഈസ് ആൾസോ എ ഡിസ്ക്രിഷണറി റിലീഫ്. സ്പെസിഫിക് പെർഫോമൻസ് അതിൽ നിന്ന് പോയി. അപ്പൊ കോടതിക്ക് വേണമെങ്കിൽ ടിൽ ദ ഡിസ്പോസൽ വരെ ആവാം, അല്ലെങ്കിൽ ടിൽ സോ ആൻഡ് സോ ഡേറ്റ്. എനിഹൗ ബോത്ത് ആർ ടെമ്പററി ഇൻജക്ഷൻ. ഇത് ഒരു ഇന്റർലൊക്യൂട്ടറി ആപ്ലിക്കേഷനിലാണ് ഈ ടെമ്പററി ഓർഡർ വരിക. പക്ഷേ a permanent prohibitory injunction or mandatory injunction can only be granted through a decree. മറ്റേത് ഓർഡറാണ്. ഓർഡറും ഡിഗ്രിയും തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ. ഇന്റർലൊക്യൂട്ടറി വന്നിരിക്കുന്ന ഓർഡറാണ്. ആ ഓർഡർ എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ മർജ് വിത്ത് ദ ഡിഗ്രി അറ്റ് ദ ടൈം ഓഫ് ഡിസ്പോസൽ ഓഫ് ദ സ്യൂട്ട്. ഇപ്പൊ സൂട്ട് ഡിസ്മിസ് ചെയ്യുകയാണെങ്കിൽ അയ്യോ ആൾസോ ടു ബി ഡിസ്മിസ്, മർജ് ചെയ്യുന്നു. സൂട്ട് ഡിഗ്രി ചെയ്യാമെങ്കിൽ പെർമനന്റ് എന്ന് പറയുന്നത് മെർജ് ചെയ്ത് കണ്ടിന്യൂറ്റിയിലേക്ക് പോകുന്നു. പെർമനന്റ് പ്രൊഹിബിറ്ററി. അപ്പോ എ പെർപെച്വൽ ഇൻജക്ഷൻ ക്യാൻ only be granted by the decree made at the hearing and upon the merit of the suit. The defendant is hereby perpetually enjoined from the assertion of a right. അപ്പൊ നമ്മൾ ഈ ഇന്ററിം ഇൻജക്ഷന് ഗ്രാന്റ് ചെയ്യണമെങ്കിൽ നമ്മൾ അതിന് സൂട്ട് ഫയൽ ചെയ്യുമ്പോൾ നമുക്കെല്ലാം അറിയാം. ഇത് ഞാൻ പറയേണ്ടതില്ല. ഒരു 3 കാര്യങ്ങൾ അത് എടുത്തു പറയുന്നുണ്ട്. പ്രൈമ ഫേസി കേസ്, പ്ലെയിന്റിഫ് ഹാസ് ഗോട്ട് എ പ്രൈമ ഫേസി കേസ്. വാദിക്ക് പ്രഥമ ദൃഷ്ടിയ ഒരു കേസ് ഉള്ളത്. ബാലൻസ് ഓഫ് കൺവീനിയൻസ് ഇൻ ഫേവർ ഓഫ് ദ പ്ലെയിന്റിഫ്. ഇതിന്റെ വ്യവഹാര കാരണത്തിന്റെ തുലനാവസ്ഥ എനിക്ക് അനുകൂലമായിട്ടുള്ളതും. And there is no equally efficacious remedy available elsewhere than this court. അതൊരു മൂന്നാമത്തെ. ഇത് നമ്മൾ ഇന്ററിം ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യുമ്പോൾ ഒരു പാരയായിട്ട് അത് പറഞ്ഞിരിക്കേണ്ടതാണ്. അതില്ലെങ്കിൽ വേണമെങ്കിൽ ഡിസ്ക്രിഷണറി റിലീഫ് ആയതുകൊണ്ട് കോടതിക്ക് അത് റെഫ്യൂസ് ചെയ്യാം. അപ്പൊ ഇത് അതിൽ ചേർത്തിരിക്കണം. അപ്പൊ ഇൻജക്ഷൻ ഗ്രാന്റ് ചെയ്യുമ്പോൾ മാൻഡേറ്ററി പ്രൊഹിബിറ്ററി ഇൻജക്ഷനിൽ, പെർമനന്റ് പ്രൊഹിബിറ്ററി ഇൻജക്ഷനിലും ഈ മൂന്നാമത്തത് ആപ്ലിക്കബിൾ ആണ്. When there is an equally efficacious remedy available elsewhere for the same cause of action, a suit will not lie before a civil court for getting a decree of injunction. നമുക്കറിയാം, ഇപ്പോ നമ്മൾ കോർപ്പറേഷനെതിരെ കേസ് കൊടുക്കണം.
കോർപ്പറേഷൻ നമ്മുടെ അൺഓതറൈസ്ഡ് ബില്ലിംഗ് ആണെന്ന് കാണിച്ചിട്ട് നമുക്ക് ബിൽഡിംഗ് പൊളിക്കാൻ ഉത്തരവ് തന്നിരിക്കുകയാണ്. ഞാനൊരു ഷൂട്ടുമായിട്ട് മുനിസിപ്പൽ കോടതിയിലോട്ട് ചെന്നു. ഇനി 14 മിനിറ്റും കൂടെ ആണേ ഉള്ളത്. നിൽക്കില്ല കേട്ടോ സാറേ, 14 മിനിറ്റും കൂടെ കേട്ടോ. യെസ് തീർക്കാം. അപ്പൊ അവിടെ മനസ്സിലാക്കേണ്ടത് ഈ പറയുന്ന ഈ അൺഓതറൈസ്ഡ് കൺസ്ട്രക്ഷനെ സംബന്ധിച്ച് ഈ എന്തെങ്കിലും ഇഷ്യൂ വന്നാൽ അത് ചോദ്യം ചെയ്യുന്നതിന് ഒരു സ്ഥാപനം നമ്മുടെ ട്രിവാൻഡ്രത്തുണ്ട്, ട്രിബ്യൂണൽ ഫോർ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ. അപ്പൊ അവിടെ നിന്നാണ് നമുക്ക് റെമഡി ഉള്ളത്. അപ്പൊ ആ റെമഡി അവിടെ ഉണ്ടായതുകൊണ്ട് ആ റെമഡി എക്സാസ്റ്റ് ചെയ്യാതെ സിവിൽ കോടതിയിൽ വന്നാൽ ഇഞ്ചക്ഷൻ വെക്കില്ല. ഇത്രയേ ഉള്ളൂ. ഇഞ്ചക്ഷനെ കുറിച്ച് കൂടുതലായിട്ടൊന്നും പറയാനില്ല, നമ്മൾ റൊട്ടീൻ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ 2 തരം ഇഞ്ചക്ഷൻ, അതിലെ ടെമ്പററി ആണ്. പിന്നെ ഒന്നുകൂടി ഇഞ്ചക്ഷനിൽ ഇപ്പോ ഈ 1/10/2018 ഒരു കാര്യം കൂടി ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നത് 1/10/2018 മുമ്പ് ഇഞ്ചക്ഷനിൽ ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഈ മാൻഡേറ്ററി ഇഞ്ചക്ഷനിൽ ആ മാൻഡേറ്ററി ഇഞ്ചക്ഷൻ കൂടാതെ ഇൻ അഡീഷൻ ടു ദാറ്റ് ദ കോമ്പൻസേഷൻ ആൾസോ ടു ബി ക്ലെയിം, അതിപ്പോ അമെൻമെന്റ് വഴി ചേർത്തിട്ടുണ്ട്. Then those are the things as far as injunction is concerned. And the last section 42 injunction to perform negative agreement ആണ്. അതെന്ന് വെച്ചാൽ കപ്പിൾഡ് ആണ്. An agreement to do some positive act coupled with not to do some act. അപ്പൊ പോസിറ്റീവ് ആക്ടിന് സ്പെസിഫിക് പെർഫോമൻസോ ഇഞ്ചക്ഷനോ കിട്ടില്ല, എന്നാൽ നെഗറ്റീവ് ആക്ടിന് ഇഞ്ചക്ഷൻ ഗ്രാന്റ് ചെയ്യാം. ഒരു ചെറിയ എക്സാമ്പിൾ പറഞ്ഞുകൊണ്ട് ലാസ്റ്റ് സെക്ഷൻ ആണ് 42 ഞാൻ അവസാനിപ്പിക്കുന്നു. ഇപ്പോ എയും ബിയും കൂടെ നടത്തിക്കൊണ്ടിരുന്ന ഒരു പാർട്ണർഷിപ്പ് ബിസിനസ് ഡിസോൾവ് ചെയ്തുകൊണ്ട് എയ്ക്കുള്ള എല്ലാ ഷെയറുകളും കൊടുത്തുകൊണ്ട്, അല്ലെങ്കിൽ എയും ബിയും സിയും ആയിക്കോട്ടെ, അപ്പോ സിയെ പിരിച്ചുവിട്ടു. സിക്ക് പാർട്ണർഷിപ്പ് ഫേമിൽ നിന്ന് കിട്ടാനുള്ള ഗുഡ് വില്ല്, അയാൾക്ക് കിട്ടാനുള്ള എല്ലാ ആനുകൂല്യങ്ങളും കൊടുത്തു. ഒരു റീകോൺസ്റ്റിറ്റ്യൂട്ടഡ് ഫേം ഉണ്ടാക്കി എയും ബിയും കൂടെ. അപ്പൊ സി പിരിഞ്ഞു പോകുമ്പോൾ പുതിയ ഫേം സിയുമായിട്ടൊരു എഗ്രിമെന്റ് ഉണ്ടാക്കി. ഈ പാർട്ണർഷിപ്പിന്റെ അതേ സ്റ്റൈലുള്ള ബിസിനസ് കൊല്ലം ജില്ലയിൽ താങ്കൾ നടത്താൻ പാടുള്ളതല്ല. താങ്കൾക്ക് ഈ പാർട്ണർഷിപ്പിൽ നിന്ന് കിട്ടാനുള്ള ഇത്ര രൂപ 6 മാസത്തിനുള്ളിൽ താങ്കൾക്ക് തരുന്നതാണ്. അപ്പൊ ഇതിൽ പോസിറ്റീവ് ഉണ്ട്. ഇപ്പോ എക്സാമ്പിൾ 5 ലക്ഷമായിട്ട് അയാൾക്കുള്ള ഗുഡ് വില്ലും എല്ലാം കൂടെ ഫിക്സ് ചെയ്തു. 5 ലക്ഷം രൂപ ഇന്ന് മുതൽ 6 മാസത്തിനുള്ളിൽ താങ്കൾക്ക് തരുമെന്ന് പറഞ്ഞു. താങ്കൾ ഈ പറയുന്ന ബിസിനസ് ഈ കൊല്ലം ജില്ലയിൽ നടത്താൻ പാടില്ല. ആദ്യത്തത് പോസിറ്റീവ് കവനന്റ്, 5 ലക്ഷം 6 മാസത്തിനുള്ളിൽ തരാം. രണ്ടാമത്തത് നെഗറ്റീവ് കവനന്റ്, നിങ്ങൾ ഇത്തരം ബിസിനസ് ഇവിടെ ചെയ്യാൻ പാടില്ല. അപ്പോൾ അതിലെ പോസിറ്റീവ് കവനന്റിന് ഇഞ്ചക്ഷൻ ഇല്ല. അയാൾ ഇവിടെ വന്ന് ഈ പറയുന്ന ജോലി ചെയ്യുക, ഇതേ ബിസിനസ് ചെയ്യുകയാണെങ്കിൽ അതിനെ ഒരു നിരോധനം വഴി, ഒരു പെർപെച്വൽ ഇഞ്ചക്ഷൻ വഴി അയാളെ നിരോധിക്കാം. എന്താണ് മറ്റേതിന് ഇഞ്ചക്ഷൻ കൊടുക്കാത്തതിന്റെ കാരണം? ബിക്കോസ് ഹി ഹാസ് ഗോട്ട് other remedy. He can file a suit against the firm A and B for the recovery of rupees per tax. എന്നാൽ അയാൾ വന്ന് ഇവിടെ വന്ന് ഈ പറയുന്ന ബിസിനസ് നടത്തിയാൽ it will adversely affect the business of the existing firm. So that is a negative covenant, and that negative agreement can be enforced through an injunction. So നമ്മുടെ സ്പെസിഫിക് റിലീഫ് ആക്ടിനെ കുറിച്ചുള്ള ഒരു ലഘുവായിട്ടുള്ള കാര്യങ്ങൾ അവസാനിച്ചിരിക്കുകയാണ്. ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഇത്രയും നേരം അതിനു മുമ്പ് ഈ സംശയം ചോദിച്ചതിന് പിന്നെ സമയം കിട്ടത്തില്ല. അതുകൊണ്ട് 9:30 മിനിറ്റ് ആരൊക്കെയാണ് ഇത് കേട്ടു? സാറേ, നമുക്ക് ആദ്യമൊക്കെ ഇപ്പം നമ്മളെ ഈ ലാസ്റ്റ് സെഷനിന് വന്നപ്പോഴത്തേക്ക് ഇച്ചിരി പാർട്ടിസിപ്പേഷൻ കുറവുണ്ട്. എന്നാൽ അതിനു മുമ്പ് നമുക്ക് 40-42 പേര് വരെ ഉണ്ടായിരുന്നു. ഇപ്പം ഇതിനിടയിൽ ഒരു ഇച്ചിരി ഗ്യാപ്പ് വന്നപ്പോഴത്തേക്ക് കുറച്ച് പേര്
വിട്ടുപോയിട്ടുണ്ട്. എന്നാലും നമ്മളെ ക്വസ്റ്റ്യൻസ് പെട്ടെന്ന് തന്നെ ചോദിക്കാം. സാറ് PB സുരേഷ് കുമാർ സാറിന്റെ ഡിസിഷൻ പറഞ്ഞത് അതിന്റെ സൈറ്റേഷൻ പറയാൻ പറ്റുമോ സാർ? സൈറ്റേഷൻ ഇപ്പം പറയാൻ പറ്റത്തില്ല, അത് ഞാൻ നോക്കി പറഞ്ഞുതരാം. ഓക്കെ ഓക്കെ, നാളെ അടുത്ത ക്ലാസ് വരുമ്പോഴേ. ഓക്കെ സാർ. സാറിന്റെ അവിടെ ഇത് മൈക്ക് ഓൺ ആണോ സാറേ? ഇവിടുന്ന് സൗണ്ട് കയറി വരുന്നത് കേൾക്കാം. അപ്പൊ പിന്നീട് അടുത്തത് ചോദിച്ചേക്കുന്നത്, വാട്ട് ഈസ് ദി സ്റ്റാൻഡേർഡ് ഓഫ് പ്രൂഫ് required for readiness and willingness, whether plaintiff should prove possession of the balance sale consideration at the time of filing suit or trial. Sudhir Bosarന്റെ question. അല്ല, ഇതില് ഇപ്പൊ നമ്മള് ഈ ആരാണ് സൂട്ട് കൊടുക്കുന്നതോടെ പറഞ്ഞുകൊണ്ട് വേണം അത് ചോദിക്കാൻ. ഇപ്പോ സെല്ലറും ഉണ്ട് പർച്ചേസറും ഉണ്ട്. ആരാണ് ബ്രീച്ച് വരുത്തി? പർച്ചേസറുടെ സ്റ്റാൻഡേർഡ് അയാൾ പറയുന്നത് വാങ്ങാനുള്ള ആസ്തിയും കാര്യങ്ങളും. സ്റ്റാൻഡേർഡ് ഓഫ് പ്രൂഫ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒന്ന് നമുക്ക് കൊടുക്കാൻ പറ്റിയതെന്ന് പറഞ്ഞാൽ, ഇപ്പം ബാങ്കില് പണം ഉണ്ടെങ്കിൽ അത് നമുക്ക് അതിന്റെ പാസ്ബുക്ക് ഹാജരാക്കി ഐ വാസ് റെഡി എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാം. SROയിലെ പ്രസൻസ് എന്ന് പറഞ്ഞാല് അതൊരു റെഡിനെസ് ആയിട്ട് വരുന്നില്ല, അത് ഓൺലി എ പ്രസൻസ്. ആ പ്രസൻസ് എന്ന് പറഞ്ഞാൽ ഇതിനോട് കൂട്ടി വായിക്കാം. ഞാൻ അത് കൂടാതെ ഈ സമയത്ത് അവിടെ കാത്തു നിന്നിരുന്നു, അതിനു മുമ്പ് നോട്ടീസ് അയക്കുന്നത് കൊള്ളാം, ഞാൻ ഇത്രാം തീയതി ഇത്ര മണിക്ക് റെഡിയായി അവിടെ വന്ന് നിൽക്കും, താങ്കൾ വന്ന് ഇത് എക്സിക്യൂട്ട് ചെയ്യുക, അങ്ങനെ നമ്മൾ ചെയ്യാറുണ്ടല്ലോ. അത് ഒരു ലാസ്റ്റ് ഡേ അല്ല, ഒരാഴ്ച മുമ്പ് കരാർ പ്രകാരം ഇത്രാം തീയതി അവസാനിക്കുകയാണ്, ഇത്രാം തീയതി ഇത്ര മണിക്ക് ഞാൻ അവിടെ ഉണ്ടാവും എന്നും പറഞ്ഞ് അവിടെ അയക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. അവിടെ നമ്മളത് അയക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയിക്കാതെ ഇയാൾ വിറ്റ് കളയുമോ എന്നുള്ള സന്ദേഹം കൊണ്ടാണ്. ഞാൻ ചോദിച്ചതല്ല, ഫണ്ട് ഹലോ അല്ല, എന്റെ ക്വസ്റ്റ്യൻ അതല്ല. ബാലൻസ് ഫണ്ട് ബാങ്കിലുണ്ടെന്ന് ട്രയൽ സമയത്ത് പ്രൂവ് ചെയ്താൽ മതിയോ, അതോ പ്ലെയിന്റ് ഫയലിംഗ് സമയത്തേ ഉണ്ടായിരിക്കണോ ബാങ്കില്? ഫയലിംഗ് സമയത്തെ, കാരണം ഫയലിംഗ് സമയത്തെ നമ്മൾ റെഡിനെസ് ആൻഡ് വില്ലിംഗ്സ് പറയല്ലേ ഫയലിംഗ് സമയത്ത്. അപ്പൊ അന്നേ ഫണ്ട് ഉണ്ടായിരിക്കണം. അതെ അതെ അതെ. ഓ അതെ, ദാറ്റ് വാസ് മൈ ക്വസ്റ്റ്യൻ. ഓക്കെ ശരി. ഓക്കെ സാർ. പിന്നീട് സാർ പറഞ്ഞിരുന്നല്ലോ ഇതിനകത്ത് റിക്കവറി ഓഫ് മണി. അപ്പൊ അതിനകത്ത് അതിന്റെ ലിമിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഡേറ്റ് ഓഫ് ബ്രീച്ച് അല്ല സാർ പറഞ്ഞ ഡേറ്റ് ഓഫ് ഡോക്യുമെന്റ് എന്ന് പറഞ്ഞു. അപ്പൊ ഈ കണ്ടിന്യൂ അതിനകത്ത് ചോദ്യമല്ല, കണ്ടിന്യൂ ചെയ്ത് പല പാർട്ടായിട്ട് വീണ്ടും അതിന്റെ അകത്ത് എമൗണ്ടുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു. അതിന്റെ ലാസ്റ്റ് കൊടുത്ത ഡേറ്റ് തൊട്ട് പറ്റുമോ എന്നുള്ളത് അത് വരാം. ആദ്യം നമ്മൾ അതിനെ രണ്ടായിട്ട് തിരിക്കണം. 13/9/2013 മുമ്പും 13/1/2009 ശേഷം എന്ന് രണ്ടായിട്ട് എടുത്താൽ മാത്രമേ ലിമിറ്റേഷൻ നമുക്ക് മനസ്സിലാവത്തുള്ളൂ. ഈ 13/9/2013 മുമ്പ് അൺരജിസ്റ്റേർഡ് എഗ്രിമെന്റ് വഴിയും നമുക്ക് സ്പെസിഫിക് പെർഫോമൻസ് സൂട്ട് കൊടുക്കാമായിരുന്നു. അപ്പൊ അത് കൊടുക്കുമ്പോ ഫ്രം ദ ഡേറ്റ് ഓഫ് ബ്രീച്ച് 3 years ആണ്. റിക്കവറി ഫ്രം ദ ഡേറ്റ് ഓഫ് ബ്രീച്ച് ആണ്. പക്ഷേ അതിനുശേഷം 13/9/2013 എഗ്രിമെന്റ് രജിസ്റ്റർ ചെയ്യുന്ന കമ്പൽസറി ആക്കി. ആ കമ്പൽസറി ആക്കിയപ്പോ ഈ ഡേറ്റ് ഓഫ് എഗ്രിമെന്റ് മുതൽ 3 കൊല്ലത്തിനുള്ളിൽ സൂട്ട് കൊടുത്തിരിക്കണം. പിന്നെ മറ്റേ പറയുന്ന മൂന്നാമത് ചോദിച്ച ചോദ്യം എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് കൊടുത്തുകൊണ്ടിരുന്നാൽ അതൊരു റിവൈവൽ ആയിട്ട് വരും, ലാസ്റ്റ് പേയ്മെന്റിനെ എടുക്കാം. ഓക്കെ. അപ്പൊ പിന്നീട് നമ്മൾ സുരേഷ് കുമാർ സാറിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. പ്ലീസ് എക്സ്പ്ലെയിൻ ദി ലിമിറ്റേഷൻ പീരീഡ് അവൈലബിൾ അണ്ടർ സെക്ഷൻ 28. സെക്ഷൻ 28 എന്ന് പറഞ്ഞാൽ റിസപ്ഷനും എക്സിക്യൂഷനും ആണോ? ഇങ്ങനെ മാത്രമേ കൊടുത്ത് പറഞ്ഞോളൂ. ഞാൻ സുരേഷ് സാറിനെ ഒന്ന് അൺമ്യൂട്ട് ചെയ്യാം. സുരേഷ് സാറെ ചോദിച്ചോളൂ സാറേ. സാറേ, ഞാൻ ഉദ്ദേശിച്ചത് 28 2 പീരീഡ് പറയുന്നുണ്ട് സാറേ. വിത്തിൻ 2 months യു ഹാവ് ടു ഡെപ്പോസിറ്റ് ദ എമൗണ്ട് ബിഫോർ ദ കോർട്ട്.
പിന്നെ അതിന് എക്സ്റ്റൻഷൻ കോടതിക്ക് കൊടുക്കാന്നുണ്ടെങ്കിൽ അതിന് ലിമിറ്റേഷൻ പീരീഡ് ഉണ്ടോ? രണ്ടാമത്തത്, പിന്നെ ഇത് ഇത്ര നാളിനകത്ത് എഴുതി കൊടുക്കണം, വിത്തിൻ 2 months എക്സിക്യൂട്ട് ദ ഡോക്യുമെന്റ്, അതിന് ലിമിറ്റേഷൻ ഉണ്ടോ? അല്ല, ഇവിടെ ആദ്യം ചോദിച്ചതിന്റെ ആൻസർ എന്ന് പറഞ്ഞാല് ഈ വിത്തിൻ ദ പീരീഡിൽ നമ്മൾ എൻലാർജ്മെന്റ് ഓഫ് ടൈം നമ്മൾ 148 വഴിയും പിന്നെ ഈ സ്പെസിഫിക് റിലീഫ് ആക്ടിലും പറയുന്നുണ്ടത്. അതിനൊരു ഹർജി കൊടുത്താൽ കോടതിക്ക് തക്കതായ കാരണമുണ്ടെങ്കിൽ എക്സ്റ്റൻഷൻ കൊടുക്കാം. ഞാൻ ആദ്യം പറഞ്ഞ 2 മാസത്തിനുള്ളിൽ കെട്ടിവെക്കണം എന്ന് പറഞ്ഞ കാലാവധി ഉണ്ടല്ലോ, കേൾക്കുന്നുണ്ടോ? 2 മാസത്തിനുള്ളിൽ കെട്ടിവെക്കണമെന്നുള്ള കാലാവധിക്കുള്ളിൽ അയാൾ ഒരു ഹർജി ഇത് ഇത്ര കാലം കൂടെ നീട്ടിത്തരണമെന്നും പറഞ്ഞ് തക്കതായ കാരണം കൊടുക്കുകയാണെങ്കിൽ കോടതിക്ക് വേണമെങ്കിൽ അത് അനുവദിക്കാം. അത് വിത്തിൻ 2 months തന്നെ കൊടുത്തിരിക്കണ്ടേ സാറേ? വിത്തിൻ 2 months വേണം. അത് കഴിഞ്ഞാൽ അതാണ് ലിമിറ്റേഷൻ. പിന്നെ സെക്കൻഡ് പീരീഡോ സാറേ? വിത്തിൻ 2 months എക്സിക്യൂട്ട് ചെയ്യണം. വിത്തിൻ 2 months എക്സിക്യൂട്ട് ചെയ്യില്ല. വിത്തിൻ 2 months കഴിഞ്ഞാൽ എപ്പോ വേണമെങ്കിലും, അല്ല അത് കഴിഞ്ഞ് വിത്തിൻ 2 months കഴിഞ്ഞ് വീണ്ടും 2 മാസം കൊടുത്തിട്ടുണ്ടല്ലോ. 2 മാസത്തിനുള്ളിൽ പണം കെട്ടാനും പണം കെട്ടി 2 മാസത്തിനുള്ള ഡോക്യുമെന്റ് എഴുതി കൊടുക്കാനുമാണ് പറഞ്ഞിരിക്കുക. അപ്പൊ ആ 2 മാസം കഴിഞ്ഞാണ് പിന്നെ മറ്റേ ആപ്ലിക്കേഷൻ വരിക. അത് ഈ ഡെലിവറി ഓഫ് പേഴ്സൺ ആണെങ്കിൽ 12 years ഉണ്ട്. അല്ല, എക്സിക്യൂഷൻ ലിമിറ്റേഷൻ എത്ര സാറേ? ഈ 2 മാസം കഴിഞ്ഞിട്ട് എഴുതി തരുന്നില്ല, പൈസ കെട്ടി വെച്ചു, എഴുതി തരുന്നില്ല. എക്സിക്യൂഷൻ ആണെങ്കിൽ വിത്തിൻ 3 years ചെയ്യണം. ഡെലിവറിക്ക് 12 years ഉണ്ട്. നമ്മുടെ ഈ പറയുന്ന CPC അനുസരിച്ച് റിക്കവറി ഓഫ് പേഴ്സൺ നമുക്ക് 12 years ഉണ്ടല്ലോ. നമുക്ക് ഇന്ന് വളരെ ലെങ്തി ആയ ഒരു സെഷനാണ് കിട്ടിയത്. ഇന്നലെ സാറിനെ ഡിസ്റ്റർബ് ചെയ്തെങ്കിലും ഇന്ന് വളരെ ഗംഭീരമായ ഒരു സെഷനിലോട്ട് പോയി. നമ്മളെ ഈ സെഷന് ഉള്ള വോട്ട് ഓഫ് താങ്ക്സ് പറയുന്നതിന് വേണ്ടി അഡ്വക്കേറ്റ് അജിത്തെ ഖാദറിനെ ക്ഷണിച്ചുകൊള്ളുകയാണ്. എനിക്കൊരു ഒരു സംശയം കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. ചോദിച്ചോ. അത് മാൻഡേറ്ററി ഇഞ്ചക്ഷന്റെ ഡിഗ്രി വന്നാല് EP ആണോ കൊടുക്കേണ്ടത്? മതി. മാൻഡേറ്ററി ഇഞ്ചക്ഷന്റെ ഇത് വന്നാല് EP തന്നെ കൊടുക്കേണ്ടത്. അതെന്ന് പറഞ്ഞാൽ EP-യിൽ നമ്മൾ പ്രോസിക്യൂഷൻ ആണ് കൊടുക്കുക. അത് നമ്മുടെ ഓർഡർ 21-ൽ തന്നെ, ഓർഡർ 21-ൽ ആ മാൻഡേറ്ററി ഇഞ്ചക്ഷന്റെ അത് പറഞ്ഞിട്ടുണ്ട്. ഈ പ്രൊഹിബിറ്ററി ഇഞ്ചക്ഷൻ വയലേറ്റ് ചെയ്താലും മാൻഡേറ്ററി ആണെങ്കിൽ എങ്ങനെയാണ് ചെയ്യണമെന്ന് ഓർഡർ 21 താഴോട്ട് വായിക്കുമ്പോൾ ആ റൂളിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അത് EP ആണ് ഫയൽ ചെയ്യേണ്ടത്. അത് ഈ ഷൂട്ടിൽ പറ്റത്തില്ല. ഷൂട്ടിൽ പറ്റുന്ന ഒന്നുണ്ട്. ഇന്ററിം ഇഞ്ചക്ഷൻ വയലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രോസിക്യൂഷൻ IA ആയിട്ട് കൊടുക്കാം. നമ്മളെ ലാസ്റ്റ് 30 seconds ആണ്. അപ്പൊ അജിത്തെ ഖാദറിലേക്ക് പോവാം. അല്ല, വസ്തു എഴുതി തരാൻ ഡിഗ്രി ആയ കേസാണെങ്കിലോ? എഴുതി തരാൻ പറഞ്ഞ കേസിൽ അതിൽ തന്നെ ലിമിറ്റേഷൻ പറയുന്നുണ്ടല്ലോ. ഇത്ര കാലത്തിൽ പണം കെട്ടിവെക്കണമെന്നും ഇത്ര കാലത്തുള്ളിൽ കൊടുക്കണമെന്നും. അത് കഴിഞ്ഞ് എപ്പോ വേണമെങ്കിലും നിങ്ങൾക്ക് ഫയൽ ചെയ്യാം. അതിന് EP കൊടുക്കണ്ട, അതിൽ തന്നെ സെക്ഷൻ 28 അനുസരിച്ച് ആ സൂട്ടിൽ തന്നെ IA ഇട്ടാൽ മതി. പുതിയ സൂട്ടും വേണ്ട, EP-യും വേണ്ട. അജിത്ത് വക്കീലെ, കേൾക്കുന്നുണ്ടോ? കേട്ടാലോ സാറേ? KP സാറേ, നല്ലൊരു ക്ലാസ് ആയിരുന്നു. കാരണം ചുരുങ്ങിയ സമയം കൊണ്ട് എങ്ങനെ വളരെ താങ്ക്സ് സാറേ.